पास्टर बिनू से मैं अनुरोध करता हूं कि वो आके आज हमारे बीच में जो प्रभु के दास हैं, एक बेटा है, भाई है, वो हमको इंट्रोड्यूस करके दे देंगे. Praise the Lord. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. जिनको आनंद है उन लोग अपने हाथों को उठा के परमेश्वर को धन्यवाद कीजिए. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु का पवित्र नाम की महिमा हो. ഇന്ന് ഈ വൈകിയ സമയത്ത് ഇങ്ങനെ ഒരു മീറ്റിംഗ് കർത്താവ് നമുക്കായി ഒരുക്കിയതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ये शाम का समय पर परमेश्वर ने एक ऐसा एक मीटिंग को परमेश्वर ने आयोजित किया, इसलिए प्रभु को धन्यवाद करते हैं. ഇന്നത്തെ സ്പീക്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ये आज का जो स्पीकर के बारे में एक इंट्रोडक्शन देना मेरा एक जिम्मेदारी है. 2022 ഡിസംബർ മാസം 2022 साल में दिसंबर महीना में ഞാനും എബി പാസ്റ്ററും ജോമോൻ പാസ്റ്ററും അങ്ങനെ കുറച്ച് ദൈവദാസന്മാർ ചേർന്ന് ഒരു മീറ്റിംഗ് ഇവിടെ അറേഞ്ച് ചെയ്തിരുന്നു. हम लोग वास्को हॉल में जेड स्क्वायर हॉल में हम लोग पासवानों मिलकर हम लोग एक मीटिंग का आयोजित हम लोगों ने किया था. അന്ന് ശുശ്രൂഷയ്ക്കായി കടന്നു വന്നത് ഇന്നത്തെ സ്പീക്കറിന്റെ പിതാവ് और ഫാദറായിരുന്നു. उस दिन में जो हमारे बीच में सेवा करने के लिए आया हुआ जो प्रभु के दास थे वो इनके डैडी थे. നമ്മുടെ ചർച്ചിലെ ഒരു സഹോദരൻ മുഖാന്തരമാണ് അവരുമായിട്ടുള്ള നമ്മുടെ കോണ്ടാക്ട് കിട്ടുന്നത്. हमारे चर्च के एक भाई के द्वारा उनका एक मुलाकात हमारी जिंदगी में हुआ. അന്നത്തെ മീറ്റിംഗിനെ സംബന്ധിച്ചവർക്കൊക്കെയും ഓർമ്മയുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. और उस मीटिंग में जितने लोग शामिल हुए जरूर आपको उस मीटिंग के बारे में याद रहेंगे. കാരണം അന്ന് അവർ വന്നത് ഒരു വലിയ ടീമായിട്ടായിരുന്നു. और उस दिन उन लोगों ने एक बड़ा टीम जैसा एक बहुत बड़ा एक झुंड जैसा आगे थे. ഞങ്ങള് സാധാരണ പാസ്റ്റേഴ്സ് ടീം ആയിട്ടെന്ന് പറയുമ്പോഴത്തേക്കും മാക്സിമം ഒരു 10 പേരൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. और हम लोग एक टीम सोचते समय पर ज्यादातर हम लोग 10 लोगों को हम लोग सोचते कि एक झुंड में आएंगे. പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നു ഒരു 50-ലധികം ആളുകൾ കടന്നു വന്നു. लेकिन उस समय पर करीबन 50 से ज्यादा लोग उस टीम में आए हैं. അന്ന് വന്ന ടീമിൽ രക്ഷിക്കപ്പെടാത്തവരുണ്ടായിരുന്നു. और उस टीम में उद्धार पाए नहीं ऐसे लोग थे. അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടായിരുന്നു. अभिषेक प्राप्त किया वो लोग भी प्राप्त नहीं किया ऐसे लोग भी थे. പക്ഷെ അവരുടെ ആ ട്രാവൽ പ്ലാൻ എന്ന് പറയുന്നത് ഈ ട്രാവൽ എല്ലാം കഴിഞ്ഞ് അവർ മടങ്ങി ചെല്ലുമ്പോൾ അവർ രക്ഷിക്കപ്പെടും, അവർ സ്നാനപ്പെടും, അവർ അഭിഷേകം പ്രാപിക്കും, പലരും സുവിശേഷ വേലയ്ക്കായി അവരുടെ ജീവിതം സമർപ്പിക്കും. तो उन लोग पूरा भारत देश ऐसा घूम रहे थे. घूमते समय पर उन लोगों ने ऐसा बोला था कि ये घूम के हम लोग वापस अपना जगह पे पहुंचते समय पर जितने लोग उद्धार नहीं पाए हैं उन लोग उद्धार पाएंगे, जितने लोग बपतिस्मा नहीं लिए उन लोग बपतिस्मा लेंगे, जितने लोग पवित्र आत्मा का शक्ति से नहीं भरा है उन लोग पवित्र आत्मा का शक्ति से भर देंगे, ऐसा उन लोगों ने बोले थे. അന്ന് അവർ കേരളത്തിൽ നിന്നും ട്രിവാൻഡ്രത്ത് നിന്ന് വിശാഖപട്ടണത്ത് പോയി പിന്നെ ബാംഗ്ലൂർ വഴി നമ്മുടെ ഗോവ ബോർഡറിൽ കയറി അവിടെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇവിടെ നമ്മുടെ അടുക്കൽ കടന്നു വരുവാനിടയായി തീർന്നു. और उन लोग केरला से तमिलनाडु विशाखापट्टनम और बाद में हैदराबाद से बाद में गोवा की तरफ बैंगलोर की तरफ गोवा से ऐसा आने का विषय है. बहुत तकलीफ उनको जिंदगी में रास्ते में उनको महसूस होना पड़ा. എന്നാൽ എനിക്ക് അതിനകത്ത് കാണാൻ കഴിഞ്ഞ ഒരു നല്ല കാര്യം എന്ന് പറയാം. लेकिन उसमें मुझे देखने के लिए एक अच्छा एक चीज में मुझे समझ में आया. സാധാരണ വലിയ വലിയ ചർച്ചുകളുടെയും പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ഫൗണ്ടേഴ്സ് അത് സ്ഥാപിച്ചവര് വലിയ പാസ്റ്റേഴ്സ് ഫ്ലൈറ്റിലൊക്കെ വന്ന് മീറ്റിംഗ് നടത്തി അവർ തിരിച്ച് ഫ്ലൈറ്റിൽ പോകും. ടീം ബസ്സിലും കാറിലും ട്രെയിനിലും ഒക്കെ ആയിട്ട് തിരിച്ചു പോവുകയായിരിക്കും ചെയ്യുന്നത്. और ज़्यादातर जो लोग चर्च को स्थापित किए हैं ऐसे लोग जो है फ्लाइट में आकर फ्लाइट में चले जाते हैं. ऐसा बस में ऐसा गाड़ी में ऐसा घूम के कभी जाता हुआ मैं कभी देखा नहीं. പക്ഷേ ഇന്നത്തെ സ്പീക്കറിന്റെ പ്രിയ എബി ഷാലോമിന്റെ പിതാവ് പാസ്റ്റർ ഷാജി ഷാലോം ഞാൻ കണ്ടത് അവരോടൊപ്പം കിടന്നുറങ്ങി അവരോടൊപ്പം ആ ബസ്സിൽ സഞ്ചരിച്ച് വഴിയരികിൽ എവിടെയെങ്കിലും നിർത്തി അവർ ആഹാരം ഉണ്ടാക്കി അവർ കഴിച്ച് അവൻ ഒരു ബസ് എന്ന് പറയുന്നത് ഒരു ചർച്ചായി അവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നു. और लेकिन इनका जो ये भी शालोम जो बेटा है जो आज हमारे बीच में है उनका डैडी जो है शाजी शालोम वो उनके साथ में वो एक फाउंडर है, एक चर्च को स्थापित करने वाला व्यक्ति है. लेकिन वो टीम के साथ में रहकर उनके साथ में घूमकर उन लोग जो बनाता हुआ खाना उन लोग खाकर उनके साथ में एक झुल मिलकर रहता हुआ एक व्यक्ति मैंने ऐसा देखा उनको. ഞാൻ ഒരുപാട് പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. मैं अनेक प्रस्थानों में मैंने काम किया हुआ है. പല ലീഡേഴ്സിനെ എനിക്കറിയാം. बहुत सारे लीडर्स को मैं जानता हूँ.
പക്ഷെ അവരെല്ലാരും കാണാത്ത ഒരു പ്രത്യേകത ഞാൻ ആ ദേവദാസനിൽ കണ്ടു. लेकिन बाकी जो प्रभु के दासों के अंदर में नहीं देखता हुआ ऐसा एक गुण मैंने इनके डैडी में मैंने देखा. അവർക്ക് നാട്ടില് കേരളത്തില് ട്രിവാൻഡ്രത്ത് ഏകദേശം 3000-ലധികം വിശ്വാസികൾ വരുന്ന ഒരു വലിയ ചർച്ച ഉണ്ട്. और उन लोग को ट्रिवांड्रम जगह में उनको एक साथ इकट्ठा होता हुआ 3000 लोग एक साथ इकट्ठा होता हुआ एक बड़ा सा मंडली उनके लिए है. പ്രിയ കർത്താവിന്റെ ദാസൻ ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത്. और आज हमारे बीच में ये प्रभु का दास है. ഇതുപോലെ മീറ്റിംഗ് പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല. ऐसा मीटिंग प्लान करके आया नहीं है. തന്റെ കോളേജിൽ നിന്ന് സ്റ്റുഡൻസും അവരുടെ സ്റ്റഡിയുമായിട്ടുള്ള ബന്ധത്തിൽ എന്തോ ആവശ്യത്തിന് ഗോവയിൽ വന്നതാണ്. उनके कॉलेज के स्टूडेंट्स के साथ में पढ़ाई के विषय में उन लोगों ने इधर गोवा में आए. ഗോവയിൽ വന്ന സമയത്ത് വന്നതുകൊണ്ട് ഇവിടെ നമുക്കൊരു മീറ്റിംഗ് ക്രമീകരിച്ചാലോ എന്ന് എന്നോട് അവരുടെ ചർച്ചിൽ നിന്ന് ദേവദാസന്മാർ ആവശ്യപ്പെടുവാൻ ചോദിക്കുവാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് ഇടയായി. वो ऐसा ये उनका दोस्तों के साथ में स्कूल के कलीग्स के साथ में इधर आ रहे हैं, इसलिए हम लोग को ऐसा एक उन्होंने विनती किया क्या हम लोग एक मीटिंग आयोजित कर सकता है क्या. അങ്ങനെയാണ് ഇന്നത്തെ ഈ മീറ്റിംഗ് നമ്മൾ പ്ലാൻ ചെയ്യുവാനായിട്ട്. और ऐसा हम लोगों ने ये मीटिंग का प्लान हम लोग कर रहे हैं. ഇത് പല രീതിയിൽ ഞങ്ങൾ ചിന്തിച്ചു, കൊർലീവിൽ നടത്താം, ഓൾഡ് ഗോവയിൽ നടത്താം എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ അവസാനം നമുക്ക് ഇവിടെ തന്നെ വന്നു. शुरुआत में हम लोग ऐसे सोचे थे कि हम लोग कोरलिम में ही हम लोग ये मीटिंग को आयोजित करेंगे लास्ट में, लेकिन इधर ही वास्को में ही हम लोग को आयोजित करना पड़ा. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ തുടർന്നുള്ള സമയങ്ങൾ നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്ന ബ്രദർ എബി ഷാലോം നമ്മോട് കർത്താവിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കാനായിട്ട് और आगे का समय अभी भाई एबी शालोम को मैं समय देना चाहता हूँ. താൻ തന്നെ കുറിച്ച് കൂടുതലായി പരിചയപ്പെടുത്തട്ടെ, അതല്ലേ ഉചിതം. सो वो खुद अपने ज़िंदगी के बारे में अपने आप के बारे में ज़रूर इंट्रोडक्शन देंगे. ही विल हिमसेल्फ इंट्रोड्यूस हिमसेल्फ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കരങ്ങളെ തട്ടി പ്രിയ ദേവദാസനെ സ്വാഗതം. हम लोग ताली बजाकर उसको स्वागत करेंगे. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. Hallelujah. സാധാരണ നമ്മുടെ നാട്ടിൽ ആക്ഷനാണ്. ചില നാട്ടിൽ പോകുമ്പോൾ ശബ്ദമുണ്ടോ, ആക്ഷൻ കാണത്തില്ല. പക്ഷേ എന്തോ രണ്ടും കൂടെ ഒരുമിച്ച് ഹല്ലേലൂയ. हम लोग मिलकर हम लोग हालेलुया बोलेंगे. कुछ जगह पे हम लोग कुछ लोग हाथ दिखाते हैं, कुछ लोग आवाज करते हैं. दोनों साथ में हम लोग करेंगे. आवाज भी करेंगे और अपने हाथों को परमेश्वर को बढ़ाएंगे. ആദ്യമായി ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. और पहला मैं परमेश्वर को धन्यवाद देना चाहता हूँ. അതുപോലെ തന്നെ ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ച പാസ്റ്റർ ബിനു അവറുകൾ, और ये मीटिंग को आयोजित करने के लिए पास्टर बिनू, അതുപോലെ തന്നെ പാസ്റ്റർ എബി, पास्टर बीबी, രണ്ടുപേരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. दोनों को याद करें मैं प्रभु को धन्यवाद करता हूँ. മാത്രമല്ല ഇന്ന് ഇങ്ങനൊരു മീറ്റിംഗ് പെട്ടെന്നായിരിക്കാം അറിഞ്ഞതെങ്കിലും വളരെ ദാഹത്തോടെ വിശപ്പോടുകൂടെ ദൈവസന്നിധിയിൽ ഓടി കടന്നു വന്ന നിങ്ങളെയും ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. और जल्दी से हम लोग ये आयोजित किया हुआ एक मीटिंग है, इसलिए आप लोग बहुत भूखापन के साथ में, प्यासापन के साथ में आप है, इसलिए जरूर परमेश्वर आपकी जिंदगी में काम करेंगे. പ്രിയ ബിനു പാസ്റ്റർ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ടില്ല, പക്ഷേ കേട്ടിട്ടുണ്ട്, ഒത്തിരി കേട്ട് പരിചയമുള്ളതാണ് ഗോവയിൽ നടന്ന മിഷൻ ട്രിപ്പ്. और पास्टर के द्वारा ये मिशन ट्रिप के बारे में बहुत कुछ मैंने सुना, मेरे को पता नहीं था, लेकिन अभी इधर आके सुनने के लिए विषय हुआ. നാട്ടില് നമ്മുടെ ഡിസ്കഷൻസ് ഒക്കെ വെക്കുമ്പോൾ ഗോവയിൽ നടന്ന മീറ്റിങ്ങിനെ പറ്റി പല നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. गोवा में हो चुका हुआ जो मीटिंग के बारे में बहुत सारे लोग अच्छे बातें बोलते रहते थे. അതിലൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഇപ്രകാരമാണ്: എവിടെ ശത്രു ദൈവമക്കളെ തടയാൻ ശ്രമിക്കുന്നോ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ഇരട്ടി ശക്തിയോടുകൂടെ സംഭവിക്കും. हालेलुया. जिधर शैतान ने ये परमेश्वर का काम को रोकने के लिए शत्रु ने काम किया, उधर परमेश्वर दुगुना शक्ति के साथ में उसको अपने मंडली के लोगों को प्रभु उठा के खड़ा करते हैं. 2022 ഇവിടെ മീറ്റിംഗിൽ വന്നെത്താൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് ശത്രു വെല്ലുവിളിച്ചപ്പോഴും ദൈവമക്കൾ മനസ്സ് കൈവിടാതെ അവർ ഉറച്ചു നിന്ന് കടന്നു വന്നപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞ വലിയൊരു ഉണർവ് നടന്നു വന്ന. हालेलुया. जब उनको विरोध करके ऐसा बहुत सारी अवस्थाएं, तकलीफ, मुसीबत उनके बीच में हुआ, तो भी उनके बीच में फिर भी लोग उधर इकट्ठा होकर परमेश्वर के सन्निधि में एक साथ इकट्ठा होकर प्रार्थना किया. उधर प्रभु का एक जागृति का अनुभव प्रभु जरूर लेके आएगा. ആമേൻ. ഹല്ലേലൂയ. आमीन. ഹല്ലേലൂയ. हालेलुया. ഇന്ന് എനിക്ക് ഇവിടെ നിൽക്കുന്നതിൽ സന്തോഷം, അഭിമാനമുണ്ട്. और इधर में खड़ा
इस समय पर मुझे बहुत आनंद भी है। കാരണം ഒരു നാളിൽ പിശാച് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അവൻ എൻ്റെ പപ്പയും തൻ്റെ ടീം അംഗങ്ങളും ഇവിടെ കടന്നു വന്ന് വിതച്ചതിൻ്റെതായിട്ടുള്ള ഒരു ഭാഗം അവൻ എനിക്കും അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു അവസരം ഒരുക്കിയതിനെയോ मुझे भी ऐसा एक जगह पर आकर प्रभु का एक काम के एक सहभागी होने के लिए प्रभु ने मुझे सहायता किया, इसलिए मैं प्रभु को धन्यवाद करता हूँ। എൻ്റെ അനുഭവമൊക്കെ പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാനായിട്ട് സമയം എൻ്റെ രീതി അനുസരിച്ച് കിട്ടത്തില്ല. और मैं अपना अनुभव के बारे में बोलने के लिए जाते हैं तो कभी मुझे वचन बोलने के लिए टाइम ही नहीं मिलते हैं। അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് കടക്കും. और शुरुआत में ही मेरे जिंदगी का कुछ अनुभव को मैं आपके सामने रखना चाहता हूँ और उसके बाद में हम लोग प्रभु के वचन में हम लोग चले जाएंगे। പ്രിയ ദേവദാസൻ പപ്പയെ പറ്റി പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ ചില പഴയ ചിന്തകളിലേക്ക് അല്ലെങ്കിൽ പപ്പയുടെ അനുഭവങ്ങളിലേക്കൊക്കെ എന്നെ കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. मेरा डैडी के कुछ अनुभवों के ये मुझे प्रभु ने मुझे याद दिलाया। ഡാൻസ് മാസ്റ്റർ ആകണം അല്ലെങ്കിൽ ഒരു ആക്ടർ ആകണം എന്ന വളരെ വലിയ ആഗ്രഹത്തോടുകൂടെ കോളേജ് രാഷ്ട്രീയത്തിലൊക്കെ ഏർപ്പെട്ടിരുന്ന ഷാജി ഷാലോം എന്ന വ്യക്തിയെ ദൈവം തെരഞ്ഞെടുത്ത ഒരു അനുഭവം. परमेश्वर ने उसको चुन के अलग किया था, कारण वो एक डांस मास्टर बनना है, एक फिल्म इंडस्ट्री में काम करना है बोलकर ऐसा बहुत इच्छा के साथ में रहता हुआ मेरा डैडी को परमेश्वर ने चुन के अलग करके प्रभु का सेवकाई के लिए तैयार कर दिया। വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലായിരുന്നു, നാട്ടുകാരുടെയോ ബന്ധുക്കളുടെ ആരുടെയും സപ്പോർട്ട് ഇല്ല. ഒറ്റയ്ക്ക് ദൈവത്തെ മുറുകെ പിടിച്ച് ഇറങ്ങി തിരിക്കാനിടയായി. और घर से कोई सपोर्ट नहीं था, अकेला परमेश्वर के लिए खड़ा होकर प्रभु के लिए एक कुर्बान करने की अवस्था उनकी जिंदगी में हुआ। പുള്ളിക്കും ആദ്യം താല്പര്യമൊന്നും ഇല്ലായിരുന്നു, കാരണം അന്നത്തെ കാലഘട്ടത്തിൽ പാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അരമുണ്ടും പിന്നെ ഒരു ജുബ്ബയൊക്കെ ഇട്ട് വലിയൊരു ബൈബിളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന അനുഭവമായിരുന്നു. और उन दिनों में उनको भी इच्छा नहीं था, कारण उस समय के जो पासवान लोग जो है उन लोग एक बड़ा सा एक धोती और एक जुबा डालकर एक बाइबल पकड़ के चलता हुआ एक व्यक्ति को हम लोग पास्टर लोग बुलाते പക്ഷെ हैं। പുള്ളിയുടെ ഭാവിയെ പറ്റിയുള്ള തന്റെ കാഴ്ചപ്പാട് എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. ഒരു ആക്ടർ ആകുക എന്നുള്ളതായിരുന്നു. लेकिन उसका भविष्य के बारे में वो बहुत अलग तरीके से सोचते थे। वो सोचते थे कि मुझे एक एक्टर बनना है, मुझे फिल्म इंडस्ट्री में काम करना है। ദൈവത്തിന്റെ നിയോഗത്തോട് വിസമ്മതിച്ചിട്ടും ദൈവം ഒരു വ്യക്തിയെ കൊണ്ടെത്തിക്കേണ്ടുന്ന സ്ഥാനത്ത് എത്തിച്ചു എന്നതാണ് ഏറ്റവും വലിയ അനുഭവം. लेकिन परमेश्वर का सबसे बड़ा अनुभव की बात यह है, उन्होंने बहुत कुछ चाहा अपने मन में, लेकिन परमेश्वर ने अपने इच्छा के अनुसार उसको जिधर खड़ा होना चाहिए था उधर खड़ा करने के लिए प्रभु ने सहायता किया। കിടന്നുറങ്ങാനായിട്ടൊരു വീടില്ല, തൊഴുത്തിലൊക്കെയാണ് കിടന്നത്, കാറ്റിൽ ഷെഡ്. और कभी ऐसा हुआ था कि उनको लेटने के लिए एक जगह नहीं है, एक गौशाला में गाय को रखता हुआ जगह में सोने का विषय हुआ। ഏതെങ്കിലും ഒരു ഫാമിലി ഒക്കേഷൻ വന്നാലും തന്നെ വിളിക്കത്തില്ല, ഇൻവൈറ്റ് ചെയ്തില്ല, കാരണം പിച്ചക്കാരന് തുല്യമായിരുന്നു ബന്ധുക്കളെല്ലാം കണ്ടിരുന്നത്. और जो एक फैमिली में कोई फंक्शन है तो उनको बुलाते नहीं थे, उनको आमंत्रण नहीं देते थे, कारण उन लोग को लगता था कि ये पासवान का जो काम है एक भीख मांगने का काम है। കാരണം ഓരോ വീട്ടിലും താൻ ഒരു കൂട്ടം ട്രാക്റ്റും എടുത്തുകൊണ്ട് കടന്നുപോയി യേശു എന്നെ രക്ഷിച്ചു എന്ന് പറയുന്ന തന്റെ വീട്ടുകാർക്ക് അതൊരു നാണക്കേടായിരുന്നു. और हर एक घर में जाकर ट्रैक्स लेके बांटते समय पर तभी भी उस लोगों को एक शर्म की बात था कि वो जाके बोलते थे यीशु मसीह ने मुझे छुटकारा दिया, यीशु मसीह ने मुझे उद्धार दिया। ऐसा बोलते समय पर, ये सुनते समय पर उनके परिवार के लोगों को बहुत शर्म की बात था। പക്ഷേ എങ്കിലും താൻ യേശുവിന്റെ നാമത്തിനു വേണ്ടി നിന്ന സഹിച്ചു. लेकिन यीशु मसीह के नाम के लिए उसने निंदा को सह लिया। ഒരു സൈക്കിളിൽ തുടങ്ങിയ സുവിശേഷ വേല ഇന്ന് ദൈവകൃപയാൽ 10,000 കുടുംബങ്ങളുള്ള ഒരു സഭയാക്കി ദൈവം. और एक साइकिल से शुरू किया हुआ एक व्यक्ति जो सेवकाई जो है आज 10,000 परिवारों से भरा हुआ एक मंडली है। ഓരോ ഞായറാഴ്ചയും 3000-ഓളം വ്യക്തികൾ ഞങ്ങളുടെ ചർച്ചിൽ കൂടുന്നുണ്ട്. और हर एक संडे को 3,000 लोग साथ में एक साथ इकट्ठा होते ഒരു हैं। ഞായറാഴ്ച ഞങ്ങൾക്ക് 5 സർവീസാണ്. हमारे एक संडे के लिए 5 सर्विस होता है। ഇന്ന് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും സുവിശേഷം കൊണ്ടെത്തിക്കാൻ ദൈവം ഞങ്ങളുടെ സഭയെ ഉപയോഗിക്കുന്നു. और जिधर सुसमाचार पहुंचाना है उधर हमारा मंडली को परमेश्वर इस्तेमाल करते हैं। മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ മനുഷ്യന്റെ ചിന്താരീതി കൊണ്ടോ ഒരു മനുഷ്യായുസ്സിൽ ഒരു വ്യക്തിക്ക് ഇത്രയും രീതിയിൽ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയുമെന്ന് ഷാജി ഷാലോമും വിചാരിച്ചില്ല, തന്റെ ബന്ധുക്കളും വിചാരിച്ചില്ല. इतना छोटा समय में परमेश्वर एक व्यक्ति को इतना बड़ा कर सकता है क्या? ये शाजी शालोम
शालोम भी सोचा नहीं था और उनके रिश्तेदार लोग भी सोचा नहीं था. പക്ഷെ ദൈവത്തിന്റെ അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ കടന്നു വന്നു കഴിഞ്ഞാൽ ഏത് വലിയ ഗ്യാപ്പും അത് അടുപ്പിക്കുവാനേ കഴിയും. लेकिन एक परमेश्वर का अभिषेक का शक्ति एक व्यक्ति के ऊपर आते समय पर कितना भी बड़ा गैप होने दो, कितना भी बड़ा लंबा समय होने दो, परमेश्वर उसको छोटा कर देता है. If you believe, can you clap your hands and give praise to Jesus? ये आप विश्वास करते हैं तो अपना ताली बजाकर परमेश्वर को धन्यवाद कीजिए. ഒരു ദാവീദ് എന്ന് പറയുന്ന ഒരു ഇടയനായ ഒരു വ്യക്തിയെ ദൈവത്തിന് രാജാവാക്കാൻ കഴിയുമെങ്കിൽ, अरे दावीद जैसे एक छोटा सा एक भेड़ बकरी को चलाने वाला व्यक्ति को राजा बना सकता है तो കഴുതയെ അന്വേഷിച്ചിറങ്ങിയ ശൗലിനെ ഒരു രാജാവാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ, एक गधे के पीछे चलता हुआ शाऊल को परमेश्वर एक राजा बना सकते हैं तो ചുങ്കം പിരിച്ചുകൊണ്ടിരുന്നവനെ അവൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കുവാനേ കഴിഞ്ഞെങ്കിൽ, और एक चुंगी लेने वाला व्यक्ति को परमेश्वर उठा के उसको मनुष्य को पकड़ने वाला व्यक्ति बना सकते हैं तो മീൻപിടുത്തക്കാരനെ സഭയുടേതായിട്ടുള്ള സ്ഥാപകനാക്കുവാനേ കഴിഞ്ഞെങ്കിൽ, और एक मच्छी पकड़ने वाले व्यक्ति को एक मंडली का स्थापित करने के लिए प्रभु ने उसको इस्तेमाल करते हैं तो നമ്മുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സിന് നമ്മുടെ സാഹചര്യങ്ങൾക്ക് അപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ അഭിഷേകത്തിന് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാനേ കഴിയും. हमारे समूह की अवस्थाओं से पार होकर वो सीमाओं को पार करके परमेश्वर हमारी जिंदगी में काम कर सकता है. If you believe, can you put your hands together and give praise to Jesus and welcome the परमेश्वर को presence of धन्यवाद God? धन्यवाद करे अपने थाली बजाकर परमेश्वर को धन्यवाद करे. When I was preparing for this meeting, I had one single prayer to God. अरे ये प्रार्थना के लिए मैं तैयार करते समय पर एक ही प्रार्थना था. God, I don't want to go to this meeting alone. If you are not with me, don't send me. अरे मैं ऐसा परमेश्वर से प्रार्थना किया, प्रभु मैं अकेला नहीं जाना चाहता हूँ, मेरे साथ में आपको रहना जरूरी है. If I have to be in this meeting, I have one condition: be with me, God. अरे प्रभु से मैंने ये बोला, प्रभु ये मीटिंग के लिए मैं जाना चाहते हैं तो मेरे साथ में आपको रहना जरूरी है. And I believe that my God is faithful. और मैं विश्वास करता हूँ कि मेरा प्रभु विश्वस्त है. കാരണം വചനം പഠിപ്പിക്കുന്ന യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന്. क्योंकि प्रभु का वचन ऐसा सिखाता है कि मांगो तो मिलेगा, ढूंढो तो तुमको पाओगे, खटखटाओ तुम्हारे लिए दरवाजा खोला जाएगा. ഞാൻ ഹോസ്പിറ്റൽ മുറിക്കകത്തിരുന്ന് എന്റെ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ എന്റെ ദൈവം എന്നെ വിടുവിച്ചെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു എന്റെ കർത്താവിനോട് എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എന്റെ ദൈവം. मेरे हॉस्पिटल में पड़े रहते समय पर उधर मैं परमेश्वर को पुकारा, तभी प्रभु ने मेरे प्रार्थना को सुना. इसलिए मैं विश्वास करता हूँ किधर भी आप बैठो परमेश्वर से पुकारो, प्रभु आपका प्रार्थना सुनेगा. ആമേൻ, ഹല്ലേലൂയ. हालेलुया. 2023 നവംബർ മാസം എനിക്ക് ഡെങ്കു എന്ന രോഗം കടന്നു വരികയും ഹോസ്പിറ്റലൈസ്ഡ് ആകുവാനിടയായി. 2023 साल में मुझे डेंगू का बीमारी होकर मैं हॉस्पिटल में एडमिट था. ഞാനപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. तभी मैं कॉलेज में पढ़ता हुआ समय था. പക്ഷേ എൻ്റെ എക്സാമും കൂടെ നടക്കുന്ന ടൈം ആയിരുന്നു. उस समय पर मेरा एग्जाम भी चलता हुआ समय. എക്സാമിന് പഠിക്കാൻ കഴിയുന്നില്ല, एग्जाम के लिए पढ़ने के लिए नहीं हो रहा, കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല, मुझे आंख खोलने के लिए नहीं हो रहा, ഇരിക്കാൻ പറ്റുന്നില്ല, मुझे बैठने के लिए नहीं हो रहा, കിടക്കാൻ പറ്റുന്നില്ല, मुझे लेटने के लिए नहीं हो रहा, നിൽക്കാൻ പറ്റുന്നില്ല, मुझे खड़ा होने के लिए नहीं हो पा रहा. ഒന്നും ചെയ്യാൻ പറ്റാതെ ശരീരം ആകമാനം വേദന സഹിക്കാൻ വയ്യാതെ ഇരുന്ന अरे സമയത്ത് ये मेरे शरीर में इतना दर्द हो रहा, मुझे वो सहने के लिए नहीं हो पा रहा है. അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. नजदीक एक हॉस्पिटल में लेके गया. അവരവിടെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തിട്ട് പറഞ്ഞു ഡെങ്കു ആണ്. और उन लोग ब्लड टेस्ट सब करने के बाद मुझे बोला कि डेंगू हो चुका है. പെട്ടെന്ന് തന്നെ അവർ അഡ്മിറ്റ് ചെയ്തു. जल्दी मुझे एडमिट कर दिया. ഓരോ നിമിഷം കഴിയും തോറും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. एक एक निमिष आगे बढ़ते समय पर मेरा प्लेटलेट काउंट कम होते जा रहा है. അവസാനം 40,000-ലും താഴെയായി പ്ലേറ്റ്ലെറ്റ് कभी കൗണ്ട്. कभी प्लेटलेट काउंट मेरा 40,000 के नीचे आ ഒരു गया. മനുഷ്യ ശരീരത്തിൽ 2 ലക്ഷം വേണം, പക്ഷെ എന്റെ ശരീരത്തിൽ 40,000-നും താഴോട്ട് പോയി. मेरा शरीर में 2 लाख प्लेटलेट चाहिए था, लेकिन उस जगह पर मुझे सिर्फ 40,000 था. ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഒരു 20,000 കൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു മാർഗവുമില്ല, പ്ലേറ്റ്ലെറ്റ് അടച്ചേ മതിയാകത്തുള്ളൂ. अरे ये 20,000 കൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യണം. तो उन्होंने डॉक्टर ने ऐसे बोला और 20,000 कम होते हैं तो हम लोग को कंपलसरी 20,000 और प्लेटलेट्स इसके शरीर के अंदर में डालना जरूरी है. എന്റെ ശരീരം എന്റെ ഇരട്ടി സൈസായി, मेरा शरीर मेरा दुगना साइज हो गया, നീര് വന്നു, सूज गया, മുഖമൊക്കെ നീര് വെച്ച് ചുമന്നു. ഞാനാണോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിലായി. अरे मैं खुद अपने आप को पहचान नहीं पा रहा, उस अवस्था में आ गया. ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്ന് ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന്റെ കൃപയാൽ മനസ്സിലാക്കി. अरे उधर उस हॉस्पिटल में पड़े रहते समय पर बहुत सारी बातें मुझे समझ में आया. ഞാൻ പഠിച്ചിരുന്നത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലായിരുന്നു. मैं
पढ़ चुका है क्राइस्ट यूनिवर्सिटी बैंगलोर में മാനേജ്മെന്റ് സ്റ്റഡീസിന് ഇന്ത്യയിലെ 3rd റാങ്ക് ഉള്ള യൂണിവേഴ്സിറ്റിയാണ് और भारत देश में 3rd रैंक यूनिवर्सिटी है മാനേജ്മെന്റ് സ്റ്റഡീസ്. मैनेजमेंट स्टडीज के लिए। അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു മനുഷ്യന് വിദ്യാഭ്യാസം എത്ര വലുതുണ്ടെന്ന് പറഞ്ഞിട്ടും ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ ഒന്നുമില്ല. और उस समय पर मुझे एक बात समझ में आया कि कितना भी बड़ा पढ़ाई आपके जिंदगी में है तो भी परमेश्वर नहीं है तो उसका जिंदगी कुछ भी नहीं है। ജീവൻ ഇല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് കാര്യമില്ല. और आपके अंदर में जान ही नहीं है तो फिर आपका पढ़ाई का क्या मतलब है। തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ പാസ്റ്ററുടെ മോനായിട്ടും കാര്യമില്ല ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ. हालेलुया। त्रिवेंद्रम शहर में सबसे बड़ा पास्टर का बेटा है तो भी कुछ फायदा नहीं है, प्रभु हमारे साथ में नहीं है। വലിയ വർഷിപ്പ് ലീഡർ ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ദൈവത്തിന്റെ കൃപയാൽ ലഭിക്കുന്ന ജീവനില്ല എങ്കിൽ. और बड़ा वर्शिप लीडर है बोल के भी हम लोग को कुछ मतलब नहीं है, प्रभु का कृपा हमारे जिंदगी में नहीं है। എത്ര വലിയ ഹീറോ ആണെന്ന് പറഞ്ഞാലും ദൈവത്തിന് മുൻപിൽ നമ്മൾ ബിഗ് സീറോ ആണ് ഞാൻ മനസ്സിലാക്കി. और जब तभी मुझे समझ में आया कि कितना भी बड़ा हीरो में बनना चाहते हैं तो भी प्रभु के सामने मैं जीरो बन चुका हूँ। വളരെ വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലേക്ക് എൻ്റെ ശരീരം കടന്നു പോകാനിടയായി. मेरा बहुत क्रिटिकल एक अवस्था में मेरा शरीर आगे बढ़ गया എൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം ഇത് ബാധിച്ചു. और मेरे अंदर में मेरे सारे अंगों को तकलीफ देने के लिए शुरू हो എൻ്റെ गया। ഹാർട്ട് റേറ്റ് കുറയാൻ തുടങ്ങി. मेरा हार्ट रेट जो दिल धड़कन कम हो गया, 70 താഴേക്കായി. उसका रेट जो है कम 70 से नीचे आ गया। ലിവർ ഫംഗ്ഷൻ എല്ലാം കൈവിട്ടു. लिवर का फंक्शन सब हाथ दिया। ഹെപ്പറ്റൈറ്റിസ് ബി ആക്ടിവേറ്റ് ആകുന്നു. हेपेटाइटिस जो जॉन्डिस के जैसा है वो वैसा एक बीमारी शुरू हो गया। എൻ്റെ 21-ാം വയസ്സിൽ ഞാനൊരു ഷുഗർ പേഷ്യൻറ്റുമായെന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതാനിടയായി. और 21 इयर्स की उम्र में मैं एक शुगर पेशेंट भी बन चुका हूँ बोल के मेडिकल साइंस बोल दिया। സാധാരണ ഷുഗർ ടെസ്റ്റ് അല്ല, H1AC എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. और साधारण एक शुगर टेस्ट नहीं है, H1AC बोल के एक टेस्ट है। 3 മാസത്തെ ഷുഗറിന്റെ ആവറേജ് ചെക്ക് ചെയ്യുന്നത്. और 3 महीने का शुगर का एवरेज चेक करते हैं। അതിൽ മെഡിക്കൽ സയൻസ് പറഞ്ഞു എനിക്ക് ഹൈ ബ്ലഡ് ഷുഗർ ആണ്. और उसमें मेडिकल साइंस ने बोले कि मुझे बहुत हाई ब्लड शुगर है। ഡയബറ്റീസ് ഉള്ളവർക്ക് അറിയാം ഇതെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതം തീർന്നു. और डायबिटीज जिनको है उनको पता है शुगर ज्यादा होता है तो क्या हो जाता है। വലിയ സ്വപ്നങ്ങളായിരുന്നു. വലിയ പാസ്റ്ററാകണം, US പോയി ബൈബിള് പഠിച്ചിട്ട് 30 വയസ്സാകുമ്പോൾ ഒന്നൊരല്പം നരയൊക്കെ വരുമ്പോൾ ഫ്ലൈറ്റിൽ ഇങ്ങനെ വലിയ പാസ്റ്ററായിട്ട് പറന്നിറങ്ങാം. अरे मैं ऐसे सोचा था कि मैं बड़ा पास्टर बनूंगा, मैं यूएस में जाके पढ़ूंगा और थोड़ा मेरा बाल सफेद होते समय पर मैं फ्लाइट में नीचे लैंड करूंगा और लोगों को मैं जाके सुसमाचार എന്റെ बताऊंगा। കഴിവ് കൊണ്ട് ചിലത് നേടിയെടുക്കാമെന്ന് ഞാൻ കരുതി. और मैं सोचा था कि मैं अपना काबिलता से मैं कुछ बातें मैं हासिल कर पाऊंगा, ऐसा वो सोचे। പക്ഷേ കഴിവും സ്വപ്നങ്ങളെല്ലാം നിമിഷ നേരങ്ങളിൽ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. लेकिन मेरा जो काबिलताएं हैं जो मेरा सारे बातें खत्म होने के लिए शुरू कर दिया എല്ലാം തീർന്നു എന്ന് മനസ്സിലായി. और मुझे समझ में आया कि सब कुछ शून्य हो गया। ഞാൻ അന്ന് ഹോസ്പിറ്റലിനകത്ത് വെച്ച് ദൈവത്തോട് ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. और वो हॉस्पिटल के अंदर में मैं परमेश्वर से ऐसा प्रार्थना किया, എനിക്കിനി വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല കർത്താവേ. प्रभु मुझे बहुत बड़ा इच्छाएं अभी नहीं है, ഒരൊറ്റ ആഗ്രഹം, एक ही इच्छा है। എനിക്ക് എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പോയി തുള്ളിച്ചാടി പൂർണ്ണ ശക്തിയോടെ എന്നെ ദൈവത്തെ ഒന്ന് ആരാധിക്കണം. प्रभु मैं आपके उपस्थिति में जाकर मैं पूरा शक्ति से पूरी आत्मा से मैं आपको आराधना करना चाहता हूँ। വെറുതെ തള്ളുന്നതല്ല, തള്ളേണ്ട ആവശ്യമില്ല. I'm not just projecting it. मैं ऐसा ही उसको बढ़ा के चढ़ा के नहीं बोल रहा हूँ। കാരണം അന്നൊരു ഞായറാഴ്ചയായിരുന്നു. और वो एक संडे का दिन था, रविवार का दिन था। രാവിലെ 9 മണിയായപ്പോൾ ഞാൻ ലാപ്ടോപ്പ് ഹോസ്പിറ്റലിൽ വെച്ച് തുറന്ന് ഓൺലൈൻ സർവീസിൽ അറ്റൻഡ് ചെയ്യായിരുന്നു. और 9 बजे मैं लैपटॉप ओपन करके ऑनलाइन सर्विस अटेंड करने के लिए मैं शुरू ഞാൻ कर चुका। നോക്കിയപ്പോൾ 60-70 വയസ്സുള്ള അമ്മച്ചിമാര് ചാടി ദൈവത്തെ ആരാധിക്കുക. और मैं देखते समय पर 60 साल 70 साल जो बड़े बुजुर्ग लोग हैं उन लोग उड़ी मार के प्रभु को धन्यवाद कर रहे, आराधना कर रहे हैं। വെറും 21 വയസ്സായി ഞാൻ ഇവിടെ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ ഹോസ്പിറ്റലൈസ്ഡ് ആയി കിടക്കുക. और मेरा 21 साल की उम्र है और मैं इधर हॉस्पिटल में पड़ा हूँ, मुझे हिलने के लिए नहीं हो। ഒന്ന് വാഷ്റൂമിൽ പോകണമെങ്കിൽ അമ്മയുടെ സഹായം വേണം. और वॉशरूम में जाने के लिए मुझे मम्मी का सहायता लगता है। അന്ന് ഞായറാഴ്ച രാവിലെ തന്നെ ഞാൻ എൻ്റെ ബെഡ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള ലിവർ കറക്കിയപ്പോൾ തന്നെ തല കറങ്ങുന്നു, നിൽക്കാൻ പറ്റുന്നില്ല, ശരീരം ക്ഷീണിക്കുന്നു, ഹാർട്ട് ബീറ്റ് താഴേക്ക് പോകുന്നു. और उधर मेरा बेड जो है वो बेड को थोड़ा ऊपर करने के लिए मैं लीवर को थोड़ा चेंज करने के लिए कोशिश किया, उधर ही मुझे चक्कर आ रहा है, मुझे गिरने के लिए हो रहा है, मेरा हार्ट रेट कम हो रहा है.
അപ്പോൾ മനസ്സിലായി എല്ലാം തീർന്നു. और मुझे सोचा कि सब कुछ खत्म हो ഞാൻ गया. ദൈവത്തോട് പ്രാർത്ഥിച്ചു, मैं प्रभु से प्रार्थना किया, കർത്താവേ അങ്ങേ ഒന്ന് എനിക്ക് തുള്ളിച്ചാടി ആരാധിച്ച് പൂർണ്ണ ശക്തിയോടെ ആരാധിക്കാൻ എനിക്ക് ഒരു അവസരം വേണം. प्रभु मुझे आपको स्तुति आराधना करने के लिए मुझे पूर्ण शक्ति देना. 15 ദിവസമായിട്ട് എൻ്റെ ശരീരത്തിൽ വരാത്ത മാറ്റം അന്ന് മുതൽ ആരംഭിച്ചു. लेकिन 15 दिन में मेरे जिंदगी में जो कोई बदलाव नहीं देखा था, उस दिन मेरे जिंदगी में बदलाव आने के लिए शुरू ഒരു किया. ചർച്ചിൽ പോയില്ല, एक चर्च में गया नहीं. ഒരു ദൈവദാസൻ എൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു വെച്ചാൽ അതൊക്കെ ദിവസങ്ങൾക്ക് മുമ്പ് പപ്പ വന്ന് പ്രാർത്ഥിച്ചു, പക്ഷേ അന്നേ ദിവസം പ്രാർത്ഥിച്ചില്ല. कोई भी प्रभु का दास आके मेरे ऊपर हाथ रखे प्रार्थना नहीं किया. मेरे डैडी बीच बीच में आके मेरे लिए प्रार्थना करता था, उसके अलावा. അന്നേ ദിവസം ആരും പ്രാർത്ഥിച്ചില്ല. लेकिन उस दिन कोई भी मेरे ऊपर हाथ रखे प्रार्थना പക്ഷേ नहीं എൻ്റെ किया. ദൈവത്തോട് ഞാൻ ആ ഹോസ്പിറ്റലിനകത്തിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ദൈവം എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. हालेलुया. लेकिन उस हॉस्पिटल के बेड में मैं परमेश्वर से दुआई देकर प्रार्थना करने के लिए शुरू करते समय पर परमेश्वर ने मुझे छूने के लिए शुरू किया. അത്ഭുതം എന്ന് പറയുന്നത് 2 ദിവസത്തിൽ ഞാൻ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. सिर्फ 2 दिन के अंदर में हॉस्पिटल से मैं डिस्चार्ज हो गया. 40,000 2 ലക്ഷം പ്ലേറ്റൽ കൗണ്ട് ഇതാന്ന് പറഞ്ഞ എൻ്റെ ദൈവം ഉയർത്തി. 40,000 जो प्लेटलेट का काउंट था वो 2 लाख वापस जल्दी से ऊपर आने के लिए विषय ലിവർ हुआ. ഫംഗ്ഷൻ ശരിയായി, लीवर का फंक्शन बराबर हो गया, ഹാർട്ട് റേറ്റ് ശരിയായി, हार्ट रेट बराबर हो गया, എല്ലാം ശരിയായി. सब कुछ ठीक हो പിന്നെ गया. പോയി ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിലും ഒരു പ്രശ്നമില്ല. और शुगर का टेस्ट किया, वो भी नॉर्मल है. അവൻ എൻ്റെ ഡയബറ്റീസും ദൈവം എടുത്തു മാറ്റി. ഡയബറ്റീസും എൻ്റെ ദൈവം എടുത്തു मेरे മാറ്റി. जिंदगी में डायबिटीज में परमेश्वर ने हटा दिया. ഞാൻ ഒന്ന് മനസ്സിലാക്കുന്നു, പ്രാർത്ഥന കേൾക്കുന്ന ഇന്നും ജീവിക്കുന്ന ഒരു ദൈവം നമുക്കായിട്ടുണ്ട്. हमारे प्रार्थना में आज भी परमेश्वर काम करता है. ഡോക്ടർ എന്നോട് പറഞ്ഞു 2 മാസം റെസ്റ്റ് എടുക്കണമെന്ന്. डॉक्टर ने बोला 2 महीना रेस्ट लेना है. പക്ഷെ ഞാനൊന്ന് മനസ്സിലാക്കി, എന്റെ റെസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ദൈവത്തിന്റെ സന്നിധിയാണ്. और तभी मुझे समझ में आया एक बात है, मेरा आराम का जगह जो है प्रभु का उपस्थिति है. ഞാൻ ആ 2 ദിവസം കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച കടന്നു പോയി ചർച്ചിൽ പോയി എൻ്റെ സാക്ഷ്യം പറഞ്ഞ ദൈവത്തെ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചു. और उस समय से मैं वो हर प्रभु के मंडली में जाकर संडे को जाकर अपना गवाही देकर परमेश्वर को उड़ी मार के प्रभु को स्तुति करने का शुरू किया. റോക്കറ്റ് തോറ്റു അത്രത്തോളം ഞാൻ ആ സ്റ്റേജിൽ ചാടി. കാരണം എൻ്റെ മേൽ ആരോഗ്യം ഇല്ലാതിരുന്നപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ മേലുള്ള ആരോഗ്യത്തിന്റെ പ്രാധാന്യത. हालेलुया. मेरे शरीर में जब बल नहीं था तभी मुझे समझ में आया ये शरीर का बल का कितना कीमत है. ദാവീദ് പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ അത് എന്താന്ന് മനസ്സിലായത് ഹോസ്പിറ്റലിൽ നിന്ന് വെളി വന്നപ്പോഴാണ്. अरे दावीद पूरा शक्ति से प्रभु को आराधना किया बोल के हम लोग को समझते हैं, लेकिन कैसा किया, क्यों किया, अभी मुझे समझ में आता है. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ കയ്യിലുള്ള ആരോഗ്യം, हमारे हाथों में एक बल है, നമ്മുടെ നാവിലുള്ള ആരോഗ്യം, हमारे जबान में एक शक्ति है, നമ്മുടെ കാലുകളിലുള്ള ആരോഗ്യം, हमारे पाँव में एक शक्ति है, ചുരുക്കി പറഞ്ഞ നമ്മുടെ ശരീരത്തിലുള്ള ആരോഗ്യം हमारे शरीर में जो चंगाई है അധ്വാനിക്കാൻ മാത്രമല്ല, वो सिर्फ काम करने के लिए उतना ही നമ്മുടെ नहीं है. കുടുംബത്തിനു വേണ്ടി മാത്രമല്ല, हमारे परिवार के लिए काम करने के लिए നമ്മുടെ उतना ही नहीं है. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. हमारे खुद के इच्छाओं के लिए नहीं है. ഞാനൊന്ന് മനസ്സിലാക്കി, मैं एक बात समझ में आया, ജീവന്റെ ഉടമസ്ഥനാകുന്ന ദൈവത്തിനെ ഉയർത്തുവാൻ വേണ്ടി കൂടെയാണ്. आज जिंदा परमेश्वर को ऊंचा उठाने के लिए प्रभु आपको അത് മനസ്സിലാകുന്ന കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ആ ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാവോ? जितने लोगों को समझ में आता है उन लोग ताली बजाकर परमेश्वर को धन्यवाद कर सकते हैं क्या? Can you utilize your strength and might to praise God for a moment? आपका शक्ति को, आपका बल को इस्तेमाल करके परमेश्वर को स्तुति This is आराधना कर not सकते हैं. enough. This is not enough. More of your praises. अरे यार इतना काफी नहीं है. आप लोग जोर से परमेश्वर को ताली बजाकर परमेश्वर को स्तुति कीजिए. Give more praises to the Almighty God. परमेश्वर को पूरा स्तुति आराधना Hallelujah. Yes, speak in tongues and praise Jesus. अन्य भाषा में बोलकर परमेश्वर से आराधना कीजिए. ശക്തിയോടെ शक्ति के साथ में परमेश्वर को आराधना ചില कीजिए. നിമിഷങ്ങൾ ആത്മാർത്ഥമായി സ്തുതിച്ചാട്ടെ. हालेलुया. आप दिल से परमेश्वर को आराधना कीजिए. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമെന്ന വചനം പഠിപ്പിക്കുന്നത്. परमेश्वर का वचन बोलता है स्तुति करना सच्चा लोगों के लिए उचित है. സ്തുതികളുടെ മേൽ അതിവസിക്കുന്നവനാ നമ്മുടെ ദൈവം. स्तुतियों के बीच में वास करता हुआ परमेश्वर. എനിക്ക് എന്നോടൊപ്പം വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് മുൻപായി കടന്നു വന്നൊരു ദൈവം ഇവിടെ ഉണ്ട്. अरे मेरे से भी पहले इधर आया हुआ एक परमेश्वर है. സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സമയം കരം ചേർത്തടിച്ച് सब लोग मिलकर हम लोग ताली बजाकर परमेश्वर को आराधना कीजिए. Invite the presence of the Holy Spirit. परमेश्वर का उपस्थिति हमारे बीच में है. Invite the presence of Holy Spirit. पवित्र आत्मा का उपस्थिति को हम लोग लिए बुलाएंगे. Invite the presence of God. ओ परमेश्वर का उपस्थिति को बुलाएं. स्वागत कर लिए. शदरा बाबा हो री बाला 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 शेर रा बाला 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 शेर
shera na ribala bala bala le shera. O ribala bala bala le shera na ribala ba shamba khamde. Aswara bala bala le shera na ribala ba shekha. हालेलुया। സങ്കീർത്തനങ്ങൾ 27 നാം പരിശോധിക്കുമ്പോൾ भजन संहिता उसका 27वां अध्याय में हम लोग देखते हैं, അവൻ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, उधर ऐसा लिखा है, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. प्रभु मेरा ज्योति और मेरा उद्धार है, ഞാൻ ആരെ ഭയപ്പെടും? मैं किससे डरूंगा? യഹോവ എന്റെ ജീവന്റെ ബലം, और मेरा जीवन का बल परमेश्वर है, ഞാൻ ആരെ പേടിക്കും? मैं किससे भय खाऊंगा? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ, और मेरे विरुद्ध में मेरे शत्रु मेरा मांस को खाने के लिए नजदीक आते समय पर ഇടറി വീഴും. उन लोग ठोकर खा के गिर ഒരു जाएंगे। സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും और एक बड़ा सा झुंड मेरे विरुद्ध में आया तो भी എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. मेरा हृदय परमेश्वर में भय नहीं खाऊंगा। എനിക്ക് യുദ്ധം നേരിട്ടാലും मुझे युद्ध आया तो भी ഞാൻ നിർഭയമായിരിക്കും. मैं निर्भय हो छे ഹല്ലേലൂയ, के साथ में रहूंगा। ഹല്ലേലൂയ. हालेलुया। ഈ സങ്കീർത്തനം എഴുതുമ്പോൾ ദാവീദ് രാജാവല്ല. और ये भजन संहिता लिखते समय पर दावीद एक राजा नहीं है। ദാവീദിനെ കൊല്ലാൻ ഒരു സൈന്യം, ഒരു രാജ്യത്തിന്റെ സൈന്യം മുഴുവൻ അന്വേഷിച്ച് നടക്കുകയാണ്. दाऊद को मारने के लिए, खत्म करने के लिए एक बड़ा सेना उनके विरुद्ध में है। ശൗൽ എന്ന രാജാവിന്റെ ഉള്ളിൽ ദുരാത്മാവ് പ്രവേശിക്കുകയും അഭിഷിക്തനെ കൊല്ലുവാൻ തക്കവണ്ണ അവൻ നെട്ടോട്ടം ഓടുകയാണ്. और शाऊल के अंदर में दुष्ट आत्मा आने के बाद में अपना सेना के साथ में दाऊद के पीछे आ रहा है। പക്ഷേ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ദാവീദിന്റെ വിശ്വാസത്തെ നമ്മളൊന്ന് കണ്ടുപഠിക്കേണ്ടതായിട്ടുണ്ട്. और वो जो नेगेटिव एक परिस्थिति है, उस परिस्थिति में दाऊद का विश्वास को थोड़ा देख लीजिए। മരണഭീതി തന്നെ പിന്തുടർന്നുകൊണ്ടിരുന്ന നാളിലും अरे जो मृत्यु का भय उनके पीछे पीछे आ रहे थे, ദാവീദ് പറയുക ഞാൻ നിർഭയമായിരിക്കും. दाऊद बोलता है कि मैं निर्भय रहूंगा। ദാവീദ് പറയും ഞാൻ പേടിക്കത്തില്ല എന്ന്. दाऊद बोलता है मैं निर्भय रहूंगा। ഒരു ഭാഗത്ത് തന്റെ സാഹചര്യം പറയുക നീ ഭയപ്പെട, നിന്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാ. एक साइड से उसका परिस्थिति बोल रहा है तू डर जा, तेरे जिंदगी में खत्म होने वाला है। പക്ഷെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് പറയുക ഇല്ല ഞാൻ ഭയപ്പെടുകയില്ല. लेकिन उसके अंदर में जो आत्मा वास करता है वो बोलता है कि नहीं मैं डरूंगा नहीं। യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ പിടിച്ചു നിൽക്കുന്ന ഒന്നല്ല. अरे यह सच्चा विश्वास ये है कि अनुकूल अवस्थाओं में खड़ा रहना उतना नहीं है। വിപരീത സാഹചര്യങ്ങളിലും ദൈവത്തെ മുറുകെ പിടിച്ചു നിൽക്കുന്നത് അത്ര യഥാർത്ഥ വിശ്വാസം. प्रतिकूल अवस्था में भी परमेश्वर के ऊपर भरोसा रखकर जीना। അവൻ ശരീരത്തിൽ ആരോഗ്യമുള്ളപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നതല്ല യഥാർത്ഥ വിശ്വാസം. आपके शरीर में बल रहते समय पर प्रभु के ऊपर भरोसा रखना उतना ही नहीं। രോഗശയ്യയിൽ കിടക്കുമ്പോഴും പറയാൻ കഴിയണം എന്റെ ദൈവം സൗഖ്യദായകനാ. मेरा बीमारी का खटिया में रहते समय पर भी मेरा परमेश्वर मेरा चंगा करने वाला है बोल के बोलना। ഫിനാൻഷ്യൽ ആയിട്ട് ഇൻസ്റ്റെബിലിറ്റി നേരിടുന്ന കാലഘട്ടത്തിലും പറയാൻ കഴിയണം യഹോവ ഈരെ എന്റെ പ്രൊവൈഡറാ. अरे मेरी जिंदगी के सारे अवस्थाओं में, मेरी जरूरतों में यहोवा यीरे मेरा बंदोबस्त करने वाला परमेश्वर। പ്ലാൻ ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്തതുപോലെ ജീവിതം പോകാതിരിക്കുമ്പോഴും പറയാൻ കഴിയണം എന്റെ ദൈവം വിശ്വസ്തനാ. हालेलुया। आप प्लान करके जाते समय पर भी हालेलुया, उस समय पर अरे ये नहीं होता तभी भी पर मेरा परमेश्वर मेरा चरवाहा है बोल के बोलना है। അതത്ര യഥാർത്ഥ വിശ്വാസം. वो है यानी ये सच्चा विश्वास। ദാവീദിന്റെ ജീവിതത്തിലെ വിജയത്തിന്റെ രഹസ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ दाऊद की जिंदगी में विजय का कारण पूछा तो അവൻ അവന്റെ ബലത്തിൽ ഊർന്നില്ല. हालेलुया, कभी भी उसका खुद के बल के ऊपर कभी भी भरोसा नहीं किया। അവൻ അവന്റെ സാഹചര്യങ്ങളിൽ അവൻ കാലൂന്നിയില്ല. अरे उसका परिस्थितियों के ऊपर कभी भी उसका मन नहीं रखा। അവന്റെ കുടുംബ സാഹചര്യമോ കുടുംബ പാരമ്പര്യമോ സാമ്പത്തിക നിലവാരത്തിലൊന്നുമല്ലായിരുന്നു അവന്റെ വേരൂന്നിയിരുന്നത്. अरे ये उसका परिवार के परंपरा के अनुसार नहीं था उसका जड़। അതിലുപരിയായി ദാവീദ് അടിസ്ഥാനമായി കണ്ടിരുന്ന ഒന്നുണ്ടായിരുന്നു, യഹോവയായ ദൈവം. अरे ये उसका जो जड़ था परमेश्वर जो है। ഇതേ സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 14ാമത്തെ വാക്യത്തിൽ Psalm 27 उसका 14th वर्ष में ऐसा पढ़ते हैं, യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക, परमेश्वर के ऊपर भरोसा रखो, ധൈര്യപ്പെട്ടിരിക്കുക, धैर्यशाली रहो, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, आपका दिल स्थापित रहने दो, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക. हमेशा परमेश्वर के लिए बाट जोते रहो। അവൻ മരണഭീതിയെ ജയിക്കണമെങ്കിൽ ഒരേ ഒരു ഉത്തരം, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. मृत्यु का डर से हम लोग को जीतना है तो प्रभु के ऊपर भरोसा रखना है। ഡിപ്രഷനെ ഓവർകം ചെയ്യണമെങ്കിൽ ഒരൊറ്റ മാർഗം, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. हमारी जिंदगी में निराश हटना है तो एक ही रास्ता है, प्रभु के ऊपर भरोसा रखना। ടെൻഷൻ മാറണമെങ്കിൽ ഒരേ ഒരു മാർഗം, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. जिंदगी में टेंशन हटना है तो प्रभु के ऊपर भरोसा रखना। രോഗത്തിന്റെ ബലഹീനതകളെ നിനക്ക് അതിജീവിക്കണമോ, ദൈവത്തിൽ പ്രത്യാശ വെക്കുക.
अरे प्रभु इस दुनिया के सारे अवस्थाओं से जीतना है तो प्रभु के ऊपर भरोसा रखना। അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ടായിരിക്കും ഇത് പറയാൻ എളുപ്പം എങ്ങനെയാ ചെയ്യുന്നതെന്ന്. अरे आप लोग पूछेंगे ये बोलने के लिए बहुत आसान है लेकिन कैसा करेंगे? ഒരു വാക്യത്തിലേക്ക് വളരെ വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. अरे मेरा एक वचन में जल्दी से हम लोग ध्यान देंगे। ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. अरे उत्पत्ति का पहला अध्याय उसका पहला वचन। ഉൽപ്പത്തി പുസ്തകം കണ്ടെത്താൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ये उत्पत्ति का पुस्तक किसी को समझ में नहीं आ रहा तो किधर है आपके लिए हम लोग प्रार्थना करेंगे। ഹല്ലേലൂയ. उत्पत्ति पहला अध्याय पहला वचन। ബൈബിളിലെ ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. फर्स्ट बुक फर्स्ट चैप्टर। ബൈബിള് വായിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളവര് വായിക്കാതെ പോകാത്ത ഒരു അധ്യായമാണ് ഉൽപ്പത്തി 1:1. अरे എല്ലാവരും വായിച്ചിട്ടുള്ള സംഭവം. अरे सब लोग ने प्रभु के वचन तो जरूर पढ़ा रहेगा। നിങ്ങൾ ചിലപ്പോൾ ലേവ്യ പുസ്തകത്തിൽ എത്തിക്കാണില്ലായിരിക്കാം, പക്ഷെ ഉൽപ്പത്തി 1:1 എല്ലാവരും വായിച്ചിട്ടുണ്ട്. अरे लेविया पुस्तक में शायद आपको एक वचन बोलने के लिए नहीं आएगा लेकिन उत्पत्ति का पहला अध्याय पहला वचन जरूर आपको അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. अरे उधर लिखा है आदि में परमेश्वर ने आकाश और पृथ्वी को बनाया। ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. और भूमि पूरा शून्य और बेडोल और सुनसान था। ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. और अंधकार पानी के ऊपर मंडराता रहा और परमेश्वर का जो आत्मा है उस पानी के ऊपर मंडराता रहा। വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. और परमेश्वर ने बोला ज्योति होने दो और उधर ज्योति हो गया। വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു, ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. और प्रभु ने देखा कि यो ज्योति अच्छा है और इसलिए उसने ज्योति और अंधकार के बीच में उसको अलग कर दिया। ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. और जो ज्योति को दिन और जो अंधकार जो है रात को रात बोल दिया। സന്ധ്യ ഉഷസ്സുമായി 1-ാം ദിവസം. और संध्या और सुबह का समय हो गया, पहला दिन खत्म हो गया। ഒന്നും മനസ്സിലായി കാണത്തില്ല. आप लोगों को कुछ समझ में नहीं आ रहेंगे। 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. आदि में परमेश्वर ने आकाश और भूमि को सृष्टि किया। ആദിയിൽ ദൈവം, पहला परमेश्वर, ആദിയിൽ ദൈവം. पहला जो है परमेश्वर। ഒരു ഭൂമി ഉണ്ടാകുന്നതിന് മുൻപ് ദൈവം ഉണ്ടായിരുന്നു. और एक भूमि रहते बनाने से पहले परमेश्वर था। ഒരു പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപ് ദൈവം ഉണ്ടായിരുന്നു. एक भूमंडल बनने से पहले परमेश्वर था। അവൻ ദൈവത്താൽ ചിലത് തുടക്കം കുറിച്ചപ്പോൾ ഇത്രത്തോളം മനോഹരമായി और തീർന്നെങ്കിൽ परमेश्वर से जो शुरुआत हुआ तो इतना मनोहर हुआ। നിന്റെ ജീവിതം ദൈവത്തിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ അത് തോൽക്കത്തില്ല, അത് ജയത്തിന്റെ ജീവിതമായി തീരും. परमेश्वर से आपका जिंदगी शुरू हो चुका है तो जरूर उसमें कभी भी कोई कमी नहीं रहेगा। നിന്റെ ദിവസം നീ ദൈവത്തിൽ ആമേൻ ഭരമേൽപ്പിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ആ ദിവസം നിനക്കൊരു അനുഗ്രഹമാണ്. और जिस दिन परमेश्वर से आप शुरू करता है उस दिन आपके लिए अनुग्रह की बात है। ഒരാഴ്ച ദൈവത്തിലെ സന്നിധിയിൽ ആശ്രയിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു ആഴ്ച നിങ്ങൾക്കൊരു അനുഗ്രഹം. और एक हफ्ता हम लोग परमेश्वर के ऊपर भरोसा रख के शुरू करते हैं तो वो हफ्ता आपके लिए आशीषित हो ഒരു जाएगा। പ്രത്യേക ആവശ്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് മുൻപായി ദൈവത്തെ നിനക്കൊന്ന് കൂട്ടുപിടിക്കാമെങ്കിൽ ആ കാര്യം നിനക്കൊരു അനുഗ്രഹമായി और कौन തീരും. सा भी अवस्था में परमेश्वर को आप घट पकड़ते हैं तो उधर आपको आशीष महसूस करेगा। ഭൂമി ഇത്രത്തോളം മനോഹരമായി തീർന്നതിന്റെ പിന്നിൽ ഒരേ ഒരു കാരണം, ആദിയിൽ ദൈവമായിരുന്നു അതിന് തുടക്കം കുറിച്ചത്. ये भूमि इतना सुंदर होने का कारण उसका शुरुआत परमेश्वर से हो। കഴിവിൽ ഊതുന്നതിനേക്കാളും ദൈവത്തിൽ ആശ്രയം വെച്ച് നോക്ക്, കഴിവിനപ്പുറമായി അത്ഭുതങ്ങൾ നടക്കും. और हमारे काबिलियत जितना है उससे ज्यादा आप प्रभु के ऊपर भरोसा रखते हैं तो प्रभु अद्भुत काम कर सकते हैं। എന്റെ ജീവിതം 2025 ഇങ്ങനെയൊന്നും ആയിരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. मेरी जिंदगी ये 2025 साल में ऐसा होगा बोल के कभी सोचा नहीं। കോളേജിലായാലും സ്കൂളിലായാലും ഒരു കൂട്ടം ആൾക്കാരുടെ മുൻപിൽ മൈക്കിൽ നിന്ന് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ ചെയ്യുമ്പോഴും ഹാർട്ട് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കും. अरे लोगों के सामने में कुछ न कुछ ऐसा करते हैं लेकिन अब मेरा दिल में ऐसा धड़कन होते रहता है। അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ സ്റ്റേറ്റ് ലെവലില് ആങ്കറിങ് കോമ്പറ്റീഷന് കടന്നു പോയപ്പോൾ ചെയ്തൊന്നുണ്ട്, 2-3 പഫ്സ് നിറച്ച് കഴിച്ചിട്ട് കടന്നുപോയി. കാരണം ശരീരം നിറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നെഞ്ചെടുപ്പ് കുറച്ച് കുറഞ്ഞിരിക്കുന്ന എനിക്കൊരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. और 2-3 पफ्स ज़्यादा खाते हैं तो मेरा हार्ट बीट थोड़ा कम हो जाएगा बोलकर ऐसा सोच के मैं 2-3 पफ्स ज़्यादा खा के चले जाते हैं। പേഴ്സണാലിറ്റി വൈസ് വെച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ഇൻട്രോവേർഷൻ കൂടി ഒരു ആംബിവേർട്ടാ. एम्बीवर्ट इंट्रोवर्ट यू कैन से। ये मेरा पर्सनालिटी के हिसाब से मैं ज़्यादा किसी से बात नहीं करता हुआ एक व्यक्ति था।
ഈ പേഴ്സണലായിട്ട് സംസാരിക്കാൻ പേഴ്സണൽ ഓരോ ഇന്ററാക്ഷൻസ് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. और एक व्यक्ति के साथ में ऐसा बात करना, उसके साथ में समय बिताना मुझे उतना कंफर्टेबल नहीं है. സ്റ്റേജിൽ ഈ സ്കൂളിലൊക്കെ ഓരോ പരിപാടി ചെയ്യുമ്പോഴും ഭയങ്കര നെഞ്ചെടുപ്പായിരിക്കും. और स्कूल में ऐसा खड़ा होकर कुछ ऐसा प्रोग्राम में सहभागी होते समय मुझे बहुत दिक्कत हो जाता. പക്ഷെ ചർച്ചിൽ ഇത്രയധികം ആൾക്കാരുടെ ഫ്രണ്ടിൽ നിന്ന് എന്ത് പറഞ്ഞാലും ഒന്നും തോന്നത്തില്ല, ഭയങ്കര ബലവാ. और लेकिन चर्च के अंदर में मैं खड़ा होकर मैं कुछ बात बोलते समय पर मुझे पूरा परमेश्वर का शक्ति महसूस होता. ഞാൻ ഒന്ന് മനസ്സിലാക്കി, എൻ്റെ കഴിവോ എൻ്റെ പേഴ്സണാലിറ്റിയോ അല്ല, സഭയിൽ നിൽക്കുമ്പോൾ നെഞ്ചിടിക്കാത്തതിന് പിന്നിൽ ഒന്നുണ്ട്, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ കൃപ. हालेलुया. प्रभु के उपस्थिति में मैं खड़ा रहते समय पर मुझे ऐसा हार्ट बीट का प्रॉब्लम नहीं आता है. उसका कारण यह है कि मेरे बलहीनता में परमेश्वर का शक्ति सिद्ध हो जाता है. എനിക്ക് പണ്ടൊരു ദുസ്വഭാവം ഉണ്ടായിരുന്നു. मेरा जिंदगी में एक गलत एक स्वभाव था. കുടിയും വലിയൊന്നുമല്ല, पीता नहीं था और सिगरेट भी पीता नहीं था. മറ്റ് പാസ്റ്റേഴ്സിന്റെ മക്കളുമായിട്ട് കമ്പയർ ചെയ്യുമായിരുന്നു. और बाकी पास्टरों के बेटों के साथ में तुलन करते थे. ഞാൻ നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര പ്രസംഗം. और उन लोग मैं देखते समय पर उन लोग बड़े बड़े भाषण देते हैं. When I compare, I could see they are ministering very powerfully. और उन लोग को देखते समय पर उन लोग बहुत शक्तिशाली तरीके से सेवा कर रहे हैं. But I'm just like adjusting with few music and worship leading. That I won't say it's a worship leading. I'm just singing. और लेकिन उस समय पर मैं चुपचाप एक म्यूजिक के पीछे मैं प्रभु के सन्निधि में गाना गाता हुआ एक अवस्था. Yeah, if I stand here, I'll be standing here. और ऐसा मैं खड़ा रहता तो मैं उधर ही खड़ा रहता. When I checked my old videos recently, और मेरा पुराना वीडियोस में देखते समय पर I couldn't even recognize myself. और मैं अपने आप को पहचान भी नहीं पाया. Because that was how I used to be. और वो वैसा था मेरा जिंदगी. പക്ഷേ ഇന്ന് ഞാൻ ഈ നിൽക്കുന്ന അനുഭവം വെച്ച് നോക്കുമ്പോൾ ഞാനൊന്ന് മനസ്സിലാക്കി, അഭിഷേകം ഒരുവന്റെ കടന്നു വന്നു കഴിഞ്ഞാൽ വലിയ ട്രാൻസ്ഫോർമേഷൻ. लेकिन मैं आज समझ में आया कि एक व्यक्ति के ऊपर परमेश्वर का अभिषेक आते हैं तो उनका जिंदगी रूपांतर हो जाता है. ഞാൻ കരുതി ഒരു വലിയ ബൈബിൾ കോളേജിൽ പഠിച്ച് ഒരു ബിരുദമൊക്കെ നേടി അമേരിക്കയിൽ നിന്ന് പറന്നിറങ്ങിയാലേ അവൻ ദൈവിക ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തുള്ളൂ. मैं सोचा था कि बड़ा एक कॉलेज में जाके यूएस में पढ़ के बाद में फ्लाइट में नीचे उतर के आते हैं तो मैं प्रभु का एक बहुत बड़ा सेवक बन सकता हूँ. എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയം ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു പ്രസ്ഥാനം, ഇത്രയും വലിയൊരു സഭയാ, ഒത്തിരി പേര് ഒത്തിരി എക്സ്പെക്ടേഷൻ എന്നിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ എക്സ്പെക്ടേഷൻസ് ഒക്കെ എനിക്ക് മീറ്റ് ചെയ്യാൻ കഴിയുമെന്നൊരു ഭയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. मेरे अंदर ऐसा एक डर था कि हमारे मंडली में बहुत सारे लोग हैं और उन लोग मेरे से बहुत सारे बातें मेरे से अपेक्षा करते हैं, तो मैं उस अपेक्षाओं को पूरा कर पाऊंगे क्या, ये सोच के मैं डर आता था. എനിക്ക് തോന്നുന്നു USA പോകാന്ന് പറയുന്ന ഒരു ഒളിച്ചോട്ടമായിരുന്നു എന്ന് തോന്നുന്നു. और मैं सोचता था कि यूएस में जाना बोला तो एक चुप के भागना ऐसा मुझे लग रहा था. പക്ഷേ ദൈവത്തിന്റെ ഒരു പ്രത്യേകത അറിയണമോ? लेकिन परमेश्वर का एक प्लान समझना है. ഒരു മനുഷ്യന്റെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ തോന്നാത്തതത്ര എൻ്റെ ദൈവത്തിന്റെ പ്രവർത്തികൾ. हालेलुया. किसी आंख ने देखा नहीं, किसी कान ने सुना नहीं, किसी के मन में आया नहीं, ऐसे बातें परमेश्वर जो उनको प्रेम करता है उनके लिए प्रभु तैयार कर रहा है. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഒന്ന് പറഞ്ഞോട്ടെ. अरे आज मैं इधर खड़ा रहते समय पर परमेश्वर के नाम की महिमा के लिए एक बात बोलूं. ഓരോ മാസവും 50 ലക്ഷം വ്യക്തികളോട് ഓൺലൈനിലൂടെ സുവിശേഷം എത്തിക്കുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. हर एक महीना में करीबन 50,000 लोगों से ज्यादा मैं सुसमाचार पहुंचाता हूं ऑनलाइन माध्यम के द्वारा. ഇന്ന് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ 1,30,000 വ്യക്തികൾ എൻ്റെ ശുശ്രൂഷകളെ പിൻപറ്റുന്നുണ്ട്. और मेरे इंस्टाग्राम अकाउंट में देखते हैं तो करीबन 1 लाख से ज्यादा लोग मुझे फॉलो कर रहे हैं. ഞാൻ ഇങ്ങനെയൊക്കെ എത്തുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. और कभी मैं ऐसा अपेक्षा नहीं किया. 2023 എനിക്ക് ആകെ ഉണ്ടായിരുന്ന 4,000 ഫോളോവേഴ്സ്. और 2023 में करीबन 4,000 लोग थे मेरे पीछे चलने. അന്ന് അതിനകത്ത് ഇൻസ്റ്റഗ്രാമിനകത്ത് അങ്ങനെ വലിയ സുവിശേഷമൊന്നും ഇല്ലായിരുന്നു. എവിടെയെങ്കിലും പോയ ഒരു ഫോട്ടോ ഇടും, അത്ര തന്നെ. और 2023 में इंस्टाग्राम में सिर्फ एक किधर जाते हैं तो मेरा एक फोटो डाल देते हैं. പക്ഷേ അഭിഷേകം കടന്നു വന്നിട്ട് ഒരു വെള്ളിയാഴ്ച ദിവസം ഞാനൊരു ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു വീഡിയോ ഇടാനിടയായി. और लेकिन एक समय पर परमेश्वर का अभिषेक प्राप्त करने के बाद मैं एक वचन बोलता हुआ एक बात में डालने के लिए विषय हुआ. അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഫ്രൈഡേ സർവീസ് ഉണ്ടായിരുന്നു വൈകിട്ട്. और उस दिन शाम को फ्राइडे
एक सर्विस था हमारा ആ ഫ്രൈഡേ സർവീസ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തപ്പോൾ और वो फ्राइडे सर्विस खत्म होने के बाद मैं इंस्टाग्राम ओपन किया तो ഞാൻ വിചാരിച്ചു ആരോ എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തു എന്ന്. और मैं सोचा कि किसी ने मेरा अकाउंट को हैक किया അല്ല, എന്നോട് ഇഷ്ടമില്ലാത്ത ആരോ കുറെ ബോട്ട് ഫോളോവേഴ്സ് എനിക്ക് വേണ്ടി അയക്കുക എന്ന് കരുതി. और मैं सोचा कि ऐसा कुछ बहुत सारे फॉलोअर्स मेरे पीछे पीछे कुछ गलत तरीके से हुआ ऐसा सोचा ബോട്ട് ഫോളോവേഴ്സ്, ഫേക്ക് ഫോളോവേഴ്സ്. फेक फॉलोअर्स बोलो तो जो नकली जो फॉलोअर्स है ऐसा हो गया അപ്പൊ ഞാൻ ഈ വീഡിയോ പറ്റി ഞാൻ ആലോചിക്കുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഫോളോവേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. और मैं देखते समय पर मेरे वीडियो के बारे में कभी मैं सोचता नहीं है लेकिन मेरे पीछे चलता वो बहुत सारे लोग हैं ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് തന്നെ 50,000 വ്യക്തികളുടെ അടുക്കൽ അതെത്തി. और एक ही रात के अंदर में 50,000 लोग मेरे पीछे आने के लिए शुरू कर दिया ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ആ വീഡിയോ ഏകദേശം 20 ലക്ഷം വ്യക്തികളുടെ അടുക്കലെത്തി. और एक हफ्ते के बाद में करीबन 20 लाख लोगों के पास पहुंचा है ഹല്ലേലൂയ, हालेलुया ഹല്ലേലൂയ. हालेलुया ഞാൻ കരുതിയില്ല എനിക്ക് ഇത്ര ആൾക്കാരോട് സുവിശേഷം പറയാൻ പറ്റൂ. और मैं कभी सोचा नहीं थी कि इतना लोगों को मैं प्रभु का सुसमाचार पहुंचा ഞാൻ सकता हूं വിചാരിച്ചില്ല ആമേൻ ക്രൈസ്തവരല്ലാത്ത ആൾക്കാരുടെ മധ്യത്തിൽ ദൈവത്തിന്റെ സുവിശേഷം നിൽക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. और जो क्रिस्त के जो लोग नहीं है उनके बीच में मैं सेवकाई कर सकता हूं कभी सोचा नहीं था പക്ഷെ ഇന്ന് എനിക്ക് ദൈവത്തിൽ അഭിമാനമുണ്ട്. लेकिन आज मुझे प्रभु के सन्निधि में एक अभिमान है കഴിവില്ലാത്ത, जो जिनको कोई काबिलता नहीं है നെഞ്ചിടിപ്പുണ്ടായിരുന്ന, और ये बहुत धड़कन होता था മറ്റുള്ളവരുമായി കമ്പയർ ചെയ്തുകൊണ്ടിരുന്ന, दूसरों के साथ तुलन करके रहता हुआ എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അഭിഷേകം കടന്നു വന്നപ്പോൾ मेरे जिंदगी में परमेश्वर का अभिषेक आने के बाद ഞാൻ ചിന്തിച്ചതിനേക്കാളും, मैं सोचने से ज्यादा ഞാൻ നിരൂപിച്ചതിനേക്കാളും मैं अपने मन में सपना देखने से ज्यादा വെറും 7 മാസം കൊണ്ട് करीबन 7 महीने के अंदर में 50 ലക്ഷം വ്യക്തികളോട് സുവിശേഷം എത്തിക്കുന്ന ഒരു വ്യക്തിയെ എന്റെ ദൈവം എന്നെ പണിതെങ്കിൽ और ऐसा 50 लाख लोगों को सुसमाचार देने के लिए विषय हुआ ആമേൻ. സാഹചര്യത്തിന് അപ്പുറമായി ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയാണ്. हमारे जिंदगी में परमेश्वर का एक रूपांतर का शक्ति हमारी जिंदगी में काम कर सकता है സാഹചര്യമല്ല ദൈവമക്കളുടെ ഭാവിയെ ആമേൻ നിരൂപിക്കുന്നത്. आपका जिंदगी का परिस्थिति आपका जिंदगी को कभी भी आगे लेके जाता नहीं है ബാക്ക്ഗ്രൗണ്ട് അല്ല നിന്റെ ഭാവിയെ പറ്റി ആമേൻ വിധി എഴുതുന്നത്. आपका जो परंपरा जो है वो नहीं है आपको आगे लेके जाता है തലവിധികളല്ല ദൈവമക്കളുടെ ഭാവിയെ നിരൂപിക്കുന്നത്. अच्छे अच्छे मीटिंग नहीं है आपको आगे लेके जाता है പാരമ്പര്യ ശാപമല്ല ദൈവമക്കളുടെ ഭാവിയെ പറ്റി നിരൂപിക്കുന്നത്. अरे परंपरा के जो श्राप है वो आपको जिंदगी में नहीं रहना है ദൈവമക്കളുടെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിലാണ്. परमेश्वर के हाथों में है अपना भविष्य നിന്റെ ജീവിത സാഹചര്യം ഇപ്പോൾ എങ്ങനെ ആയിക്കോട്ടെ, और आपका जिंदगी का अवस्था कैसा भी रहने दो എന്റെ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ കടന്നു വന്നു കഴിഞ്ഞാൽ വലിയ ചേഞ്ചാ. और आप परमेश्वर के शक्ति प्राप्त करने के बाद आप अलग ही एक व्यक्ति बन जाओगे പാഴും ശൂന്യവുമായി കിടന്ന്, और बहुत बेडोल और सुनसान पड़ा हुआ ഇരുള് നിറഞ്ഞിരുന്ന്, और अंधकार से भरा हुआ ഒരൊട്ടും പ്രതീക്ഷയില്ലാതിരുന്ന, किधर भी कोई अपेक्षा नहीं था ഒരു ഭംഗിയുമില്ലാതിരുന്ന, किधर भी कोई सुंदरता नहीं था ഒരു ഗുണവുമില്ലാതിരുന്ന कोई गुण से भरा नहीं था ഭൂമി എന്റെ ദൈവം കണ്ടപ്പോൾ, और भूमि को परमेश्वर ने देखा എന്റെ ദൈവത്തിന്റെ ശക്തി അതിന്റെ മേൽ കടന്നു വന്നപ്പോൾ परमेश्वर का शक्ति उसके ऊपर आया तभी മനോഹരമായി തീർന്നെങ്കിൽ अरे इतना मनोहर बन गया ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, अरे मेरे आवाज सुनता हुआ हर एक भाई बहनों നിന്റെ ജീവിതം എത്ര ഭംഗിയില്ലാത്തതായിക്കോട്ടെ, इतना भी आपकी जिंदगी सुंदर नहीं है तो भी എത്ര പ്രതീക്ഷ ഇല്ലാത്തതായിക്കോട്ടെ, कोई अपेक्षा नहीं है इस अवस्था है तो എത്ര भी ഇരുളടഞ്ഞ ജീവിത അനുഭവങ്ങളായിക്കോട്ടെ, कितना भी अंधकार से भरा हुआ एक अवस्था है तो भी എത്ര നിരാശാജനകമായിട്ടുള്ള അനുഭവങ്ങളുടെ നിന്റെ ജീവിതം കടന്നു പോവുകയാണെങ്കിലും, कितना भी निराश की अवस्था में आपकी जिंदगी है तो भी എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനകൾക്ക് മറുപടി ഇല്ലാത്ത അവസ്ഥയാണെങ്കിലും, और कितना भी प्रार्थना करते हैं तो भी प्रार्थना नहीं सुन रहा ऐसा अवस्था होते हैं तो भी എത്ര ശ്രമിച്ചിട്ടും നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരാത്ത സിറ്റുവേഷനിലൂടെയാണ് നീ കടന്നു പോകുന്നെങ്കിലും, कितना परिश्रम किया तो भी आपकी जिंदगी में कोई फर्क नहीं हो रहा ऐसा एक अवस्था है तो भी പാഴും ശൂന്യമെന്ന് നിന്റെ സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തെ പറ്റി വിധി എഴുതിയാലും, और आपकी जिंदगी बेडौल और सुनसान है बोलकर लोगों ने एक विधि डाल दिया ദൈവത്തിന്റെ ശക്തി കടന്നു വന്നാൽ ഈ പാഴും ശൂന്യത്തെ എന്റെ ദൈവത്തിന് മനോഹരമാക്കുവാനേ കഴിയും. लेकिन परमेश्वर उसके ऊपर काम करके एक मनोहर तरीके से एक सुंदर तरीके से प्रभु बना के ले सकता है ദൈവത്തിന്റെ ഒരു പ്രത്യേകത അറിയണമോ? परमेश्वर का एक खासियत समझना है നമ്മൾ മൂന്നാമത്തെ വാക്യം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. तीसरा वचन हम लोग ऐसा देखते समय पे ऐसा बोलता है മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, God said let there be light and there was light. उधर ज्योति होने दो बोल के परमेश्वर ने बोल दिया उधर ज्योति हो गया ശ്രദ്ധിച്ചു വായിച്ചിട്ടുള്ളവർക്ക് അറിയാം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, പക്ഷെ സൂര്യനും നക്ഷത്രവും ഇല്ല.
अरे ज्योति होने के लिए हुआ, बोला तो ज्योति हो गया, लेकिन उधर सूर्य नहीं है, चंद्र नहीं है। കാരണം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾ വരുന്ന 4-ാം ദിവസത്തില്. अरे सूर्य चंद्र जो तारे जो है वो चौथा दिन में परमेश्वर बना। ചിലപ്പോ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എഴുതിയ ആൾക്ക് മാറിപ്പോയതായിരിക്കും. अरे कभी कभी ऐसा सोचा रहेंगे जो लिखा हुआ व्यक्ति गलत किया है। ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമായി. अरे बहुत कंफ्यूजन लेके आता वो बात പക്ഷെ है, എന്റെ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാ, लेकिन परमेश्वर का एक खासियत है। സോഴ്സ് ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ലൈറ്റ് ഉണ്ടാക്കുന്ന ദൈവം എന്റെ ദൈവം. अरे जिधर सोता बनाने से पहले परमेश्वर ज्योति बनाता हुआ एक व्यक्ति है। സൂര്യനും നക്ഷത്രങ്ങളും ഇല്ലായിരിക്കാം, പക്ഷേ എങ്കിലും എന്റെ ദൈവത്തിന് വെളിച്ചത്തെ സൃഷ്ടിക്കുവാനേ കഴിവുള്ളവൻ എന്റെ ദൈവം. हालेलुया। सूर्य चंद्र और तारे नहीं है तो भी परमेश्वर को ज्योति बना सकता നിന്റെ है। സാഹചര്യങ്ങളിൽ നിനക്ക് മാറ്റമില്ലായിരിക്കാം, എങ്കിലും ദൈവം പ്രവർത്തിക്കുന്നവനാ. हालेलुया। मेरे जिंदगी की अवस्थाओं में कोई फर्क नहीं है तो भी फिर भी प्रभु मेरे जिंदगी में काम कर सकता है। കാഴ്ചയാൽ നിനക്കൊന്നും കാണാൻ കഴിയുന്നില്ലായിരിക്കാം, പക്ഷെ മനസ്സിലാക്കുക ദൈവം പ്രവർത്തിക്കുകയാണ്. और आपके बलहीनता में अवस्था में परमेश्वर कुछ काम कर रहा है बोल के हम लोग को पता नहीं चलता रहेगा। നീ എത്ര തന്നെ ആമേൻ ആമേൻ അന്വേഷിച്ചിട്ടും ഒരു വ്യത്യാസം നിന്റെ സാഹചര്യത്തിൽ വന്നില്ലായിരിക്കാം, പക്ഷെ മനസ്സിലാക്കുക ആത്മമണ്ഡലത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. हालेलुया। आपको लगेगा कि कोई व्यक्ति आपको मदद करने के लिए नहीं आ रहा है, लेकिन एक बात आप समझ लीजिए, आत्मा के मंडल में परमेश्वर काम कर रहा है। കാരണം പഴയ നിയമ ഭാഗങ്ങൾ നോക്കുമ്പോൾ അബ്രഹാമിന്റെ ജീവിതം എങ്ങനെയായിരുന്നെന്ന് അറിയണമോ? अब्राहम का जिंदगी कैसा था? അബ്രഹാമിന് കുഞ്ഞുങ്ങളില്ല, उनको बच्चे नहीं है। അബ്രഹാമിനെ നോക്കിയിട്ട് ദൈവം പറയാ നീ ബഹുജാതികൾക്ക് പിതാവാകും. और अब्राहम को देख के परमेश्वर बोलता है कि वो तुम बहुत बड़े जातियों का पिता बन जाएगा। മക്കളില്ലാത്ത ഒരാളെ മുഖം നോക്കി പറയാ വലിയ ജാതിയുടെ പിതാവാകുന്ന എത്രത്തോളം ഒഫൻഡഡ് ആകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? आपके बच्चे नहीं है फिर भी आपको देख के प्रभु बोलता है कि तुम बड़े जातियों का पिता बन जाएगा। ഒന്നും വേണ്ട, മക്കളില്ലാത്ത ഒരു ഫാമിലിയോട് എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ എന്തുമാത്രം വേദന ഉണ്ടാക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? अरे एक व्यक्ति को बच्चे नहीं है तो और उनको पूछता है कि आपको कितने बच्चे हैं, पूछता है तो उनको बुरा लगता है। ഈ അബ്രഹാമിനോട് ദൈവം പറയുക നീ ബഹുജാതികൾക്ക് പിതാവാകും. अरे अब्राहम को परमेश्वर बोलता है तू बड़ा जातियों का पिता बन जाएगा। സാധാരണയായിട്ട് പിള്ളേർ ജനിച്ചിട്ടാ അച്ഛനാകുന്നേ, अरे बच्चे बनने के बाद वो पिता बनते हैं, പക്ഷെ ദൈവത്തിന്റെ സിസ്റ്റം ഡിഫറന്റാ. परमेश्वर का सिस्टम अलग है। ദൈവം ആദ്യം പിതാവാക്കി എന്നിട്ട് കുഞ്ഞുങ്ങളെ നൽകുന്നവൻ. अरे पहले एक पिता बना के परमेश्वर बाद में बच्चे देते हैं। കുഞ്ഞുങ്ങളാകുന്നതിന് മുമ്പേ അബ്രഹാമിനെ നോക്കി പറയുക നീ ബഹുജാതികൾക്ക് പിതാവായിരിക്കുമെന്ന്. हालेलुया। अब्राहम को देख के बोलता है कि बहुत बड़े जातियों का पिता बनाएगा। ദൈവത്തിന്റെ വചനത്തെ അവൻ ചെറുതായി കാണരുത്. परमेश्वर के वचन को कभी भी तुच्छ नहीं मानना। ദൈവിക വാഗ്ദത്തങ്ങളെ ചെറുതായി കാണരുത്. परमेश्वर के वायदा को कभी नीचे नहीं देखना। വാഗ്ദത്തം വരുമ്പോഴും ദൈവത്തിന്റെ ശബ്ദം വരുമ്പോഴും നിന്റെ സാഹചര്യം വളരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കാൻ കിടക്കുന്നത്. और आपकी जिंदगी की अवस्थाएं सिर्फ विपरीत अवस्था में रहेंगे। പക്ഷെ മനസ്സിലാക്കുക വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാ. अरे जो वायदा किया वो परमेश्वर विश्वस्त है, उसने एक बात बोल दिया तो जरूर वो करेगा। സൈക്കിളിൽ ആരംഭിച്ച ഒരു സുവിശേഷകൻ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ സഭയുടെ ആമൻ പാസ്റ്ററാക്കി ദൈവത്തിന് നിർത്താൻ കഴിഞ്ഞെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, അന്ന് ആമൻ ഇതൊന്നും ആമൻ കണ്ടില്ല. हालेलुया। एक साइकिल में चलता हुआ एक व्यक्ति को परमेश्वर ने एक बहुत बड़ा एक पास्टर बना के प्रभु ने उधर त्रिवेंद्रम सिटी में शहर में प्रभु ने खड़ा किया है। तो പക്ഷെ തുടക്കത്തില് ഇതൊന്നും കണ്ടില്ല. शुरुआत में ये कुछ नहीं देखा, തുടക്കത്തില് ഈ സാഹചര്യം ഒന്നുമില്ലായിരുന്നു. ये शुरुआत में ये कोई अवस्थाएं नहीं थे, പക്ഷെ ഒന്നുണ്ടായിരുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. लेकिन एक बात था परमेश्वर का वायदा। ഞാൻ ഇന്നിവിടെ ശുശ്രൂഷിക്കുമ്പോഴും എൻ്റെ പണ്ടത്തെ കാര്യം ഓർത്തു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ആമേൻ ഞാനായിരുന്നു എന്ന് വരെ എനിക്ക് ചിന്തിക്കേണ്ടി और पुराने अवस्थाओं को मैं याद करते समय पर मैं था क्या, मैं और कोई व्यक्ति था ऐसा मुझे लगता है। പ്രസംഗിക്കാൻ കഴിവില്ലാത്തവൻ, मुझे भाषण देने के लिए नहीं होता है, പാട്ട് പാടാൻ അറിയാം പക്ഷെ വർഷിപ്പ് ലീഡ് ചെയ്യാൻ അറിയില്ലാതിരുന്നവൻ, अरे गाना गाने के लिए आता है लेकिन वर्शिप लीड करने के लिए नहीं आता है। പാട്ടുണ്ടാക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ആമൻ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പോലും പിയാനോയിൽ വായിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ, अरे ये गाना बनाने के लिए मुझे आता है लेकिन ट्विंकल ट्विंकल लिटिल स्टार बराबर बोलने के लिए गाने के लिए नहीं आता है। അങ്ങനെ ഇരുന്ന ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം കടന്നു മാറ്റം വന്നെങ്കിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, വാഗ്ദത്തങ്ങൾ ഒരിക്കലും പിഴക്കത്തില്ല. हालेलुया। वैसा एक व्यक्ति को परमेश्वर बदल के लिया तो मैं एक बात बोलना चाहूंगा, प्रभु ने आपके ऊपर एक वादा डाला है तो वो वादा जरूर परमेश्वर पूरा ഏതൊക്കെ करेगा। പാസ്റ്റേഴ്സ് ചർച്ചയിൽ വന്നാല് ഞാൻ പാസ്റ്റർ മോനാന്ന് അറിയത്തില്ല, പക്ഷെ എന്നെ വിളിച്ചിട്ട് ഓരോന്ന് എന്നെ നോക്കി പ്രവചിക്കുമായിരുന്നു. अरे कोई भी व्यक्ति आते कोई पासवान आते हैं तो जरूर मुझे बुला
बुलाकर मुझे बोल के मुझे देख के भविष्यवाणी करता था। പാസ്റ്ററുടെ മോനാണെന്ന് അറിയത്തില്ല, पास्टर का बेटा बोल के नहीं बता, പക്ഷെ എങ്കിലും അവര് പ്രവചിക്കും. फिर भी भाषण भविष्यवाणी करते हैं। നീ പല ദേശങ്ങൾക്ക് ആമേൻ നടുവിൽ ദൈവത്തിന്റെ സുവിശേഷം പറയുമെന്ന്. बहुत सारे लोगों को आप सुसमाचार फैलाएंगे। ഇരുളി കിടക്കുന്ന പലരും നീ വെളിച്ചത്തിലേക്കൊക്കെ बहुत പിടിച്ചുകൊണ്ട് सारे വരുമെന്ന്. अंधकार में पड़ा हुआ लोगों को ज्योति में लेके आएंगे। അന്നൊക്കെ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു, कभी भी कोई अपेक्षा नहीं था, പക്ഷെ എങ്കിലും ഒന്ന് എനിക്കറിയായിരുന്നു, एक बात मुझे समझ में आता എന്റെ था, ദൈവം വിശ്വസ്തനാ. मेरा परमेश्वर विश्वस्त है। സാഹചര്യത്തിന് അപ്പുറമായ ഭയങ്കര വലിയ വാഗ്ദത്തങ്ങൾ വന്നപ്പോൾ ഞാനൊന്ന് ഇത് അതിനെ അങ്ങ് ഏറ്റെടുത്തു. और जो परमेश्वर का वायदा आते हैं तो मैं उसको ले लेता है, ചിന്തിച്ചു കൂട്ടിയാൽ ഒന്നും നടക്കത്തില്ല. और मैं सोच के लेता है तो कुछ नहीं कर सकता। ഒത്തിരി കാൽക്കുലേറ്റ് ചെയ്താൽ ഒന്നും നടക്കത്തില്ല. बहुत कैलकुलेशंस किया लेकिन कुछ नहीं हो रहा। But if you have faith, लेकिन आप विश्वास करते हैं तो everything is possible. सब कुछ हो सकता है। ജൈറസ് എന്ന് പറയുന്ന വ്യക്തി साइरस बोल के एक व्यक्ति, യേശുവിന്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ ജൈറസ് जायरस एक व्यक्ति जो है परमेश्वर के सन्निधि में आते समय पर, തന്റെ മകൾ വീട്ടിൽ മരിക്കാറായി കിടക്കുകയാ. और उसका बेटी घर में मरने के लिए पड़ा है, മോള് വീട്ടിൽ മരിക്കാറായി കിടക്കുമ്പോഴും പപ്പ യേശുവിന്റെ പിന്നാലെ പോയി. और बेटी घर पे मरने के लिए है तो डैडी यीशु के पीछे चल रहा है, മകളുടെ അടുക്കൽ ഇരിക്കേണ്ടുന്നവൻ ദൈവത്തിന്റെ പിന്നാലെ കടന്നുപോയി. परमेश्वर के पीछे चल रहा है। മകളുടെ അടുത്തിരിക്കേണ്ടുന്നവൻ ദൈവത്തിന്റെ പിന്നാലെ കടന്നുപോയി. बेटी के साथ में बैठना था लेकिन परमेश्वर के पीछे चला। അവൻ ഇന്ന് നിന്റെ സാഹചര്യങ്ങളെ ഒക്കെ വിട്ടെറിഞ്ഞ് ദൈവത്തിന്റെ മുറുകെ പിടിച്ച് ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? और आपके अवस्थाओं को छोड़कर आप परमेश्वर के पीछे चलने के लिए मन किया है तो ദൈവം ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല. प्रभु कभी भी आपको निराश नहीं करेगा, ദൈവം ഡിസപ്പോയിന്റ് ചെയ്യത്തില്ല. परमेश्वर आपको कभी निराश नहीं करेगा। യായിറോസ് യേശുവിന്റെ അടുക്കൽ പോയി കാര്യങ്ങൾ പറഞ്ഞു. जायरस यीशु मसीह के पास जाके बोल दिया, കർത്താവ് പറഞ്ഞു, വാ നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം. यीशु मसीह बोला आ जाओ मैं आपके साथ में आऊंगा। പക്ഷെ എങ്കിലും അതിന്റെ മധ്യത്തിൽ വീണ്ടും കർത്താവ് ബിസിയായി. वापस बहुत बिजी हो गया। യായിറോസ് നോക്കിയപ്പോ യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കി കൊണ്ട് നിൽക്കുകയാ. जायरस देखते समय पर यीशु मसीह रोगियों को चंगा कर रहा है। തന്റെ മകൾ ഇതാ വീട്ടിൽ മരണത്തോട് മല്ലടിക്കുകയാ. उसका बेटी मृत्यु के साथ में लड़ाई कर रहा है। ഒരു വയസ്സായ സ്ത്രീ കടന്നു വരിക, രക്തസ്രാവം ബാധിച്ചവൾ. अरे एक जो रक्त का बीमारी होता हुआ एक स्त्री आती है, ഒരു വയസ്സായ ഒരു സ്ത്രീ, एक बहुत बुजुर्ग एक व्यक्ति, ലോകം കാണാത്ത ഒരു ചെറിയ ബാലകി അല്ലെങ്കിൽ ഒരു ബാലിക വീട്ടിൽ മരിക്കാതെ കിടക്കുക. ഇവിടെ അവൻ യേശു കർത്താവ് ഒരു വയസ്സായ സ്ത്രീയെ സൗഖ്യമാക്കി और കൊണ്ടിരിക്കുകയാണ്. एक छोटा सा लड़की उधर बीमार होके मरने के दम में है, इधर एक बुजुर्ग स्त्री को उसको चंगा करने के लिए जा रहा है। യായിറോസിന്റെ നെഞ്ചിടിക്കുന്നുണ്ടായിരുന്നു കാണാം. जायरस का उसका दिल का धड़कन बढ़ रहा है, യായിറോസിന്റെ ഉള്ളിൽ ഒത്തിരി സംശയത്തിന്റെ ചിന്തകൾ കടന്നു വന്ന് കാണാം. बहुत सारे शंका की बातें उनके मन में आ रहेंगे। എന്റെ മകൾ ഇവിടെ വീട്ടിൽ മരണത്തോട് മല്ലടിക്കുകയാ. मेरा बेटी इधर मृत्यु से लड़ाई लड़ रहा है। ദൈവം ചുറ്റുമുള്ള എല്ലാവരും സൗഖ്യമാക്കുന്നു, परमेश्वर सबको छुटकारा दे रहा है, എല്ലാവരും വിടുവിക്കുന്നു. सबको छुटकारा दे रहा है। എനിക്ക് എന്റെ വീട്ടിൽ മാത്രം അത്ഭുതം നടക്കുന്നില്ല, मेरा जिंदगी में अद्भुत काम नहीं हो रहा, എന്റെ മകൾക്ക് മാത്രം വിടുതൽ കിട്ടുന്നില്ല, मेरा बेटी को उद्धार नहीं मिल रहा है, എന്റെ വിഷയത്തിന് മേൽ മാത്രം വിടുതൽ ലഭിക്കുന്നില്ല. मेरा अवस्था में कोई फर्क नहीं हो रहा है, എന്റെ ചർച്ചിൽ വരുന്ന ബാക്കി എല്ലാവർക്കും അനുഗ്രഹമാ. और बाकी सबको अनुग्रह है, എല്ലാവർക്കും വിടുതൽ, सबको छुटकारा, മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി കിട്ടുന്നു. और सबका प्रार्थना का उत्तर भी मिल रहा है। അവർക്കെല്ലാം ഒത്തിരി അനുഭവ സാക്ഷ്യങ്ങൾ ദൈവം നൽകുന്നു. बहुत सारे अनुभव की गवाहियां उनकी പക്ഷെ जिंदगी में। നാളുകളായി ഞാൻ കരഞ്ഞു നിലവിളിക്കുന്ന എന്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം ഉത്തരമില്ല. अरे मैं प्रार्थना करता हुआ बातों के लिए उत्तर नहीं है। ഇപ്രകാരം മാനസികമായി പിരിമുറുക്കത്തിലായിരിക്കുന്ന ആരോഗ്യ ദൈവം ഇന്ന് രാത്രികാലം കാണുന്നുണ്ട്. और परमेश्वर आपका प्रार्थना को जरूर देख रहा है। ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് ഹന്നയെ പറ്റി പറയാൻ പറഞ്ഞു. और इधर बैठते रहते समय परमेश्वर मुझे बोला हन्ना के बारे में बताओ। എന്റെ വിഷയമായി കംപ്ലീറ്റ്ലി ഡിഫറെന്റാ. और वो अलग ही एक व्यक्ति है, എന്റെ വിഷയത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി मेरा ഡിഫറെന്റ് विषय से थोड़ा अलग ही है। പക്ഷേ ദൈവം പറഞ്ഞു, ഇല്ല, നീ ഹന്നയെ പറ്റി പറയണം. बोला जो आप हन्ना के बारे में ഈ बोलना। സമയത്തിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഇതിനകത്ത് ഏതൊക്കെയോ ഹന്നമാർ കടന്നു വന്നിട്ടുണ്ട്. इधर हन्ना के कुछ लोग इधर आके बैठा എനിക്ക് है। മനസ്സിലായില്ല, പക്ഷെ നിന്നെ കാണുന്ന ദൈവം നിന്നെ മനസ്സിലാക്കി. परमेश्वर आपको जरूर देख रहा है। ഹന്നയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. हन्ना का एक खासियत है, ഹന്ന ഓരോ വർഷവും ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു പോകുമായിരുന്നു. हर साल परमेश्वर की उपस्थिति में जा रहा है। She used to go again and again to the presence of God. परमेश्वर की उपस्थिति में वापस जा रहा है, But still her womb was barren. लेकिन फिर भी उसका जो गर्भ पात्र है She didn't वो have बंद है, she didn't have any children. उनको बच्चे नहीं है। Yet she kept going back to the presence of God. वापस प्रभु की उपस्थिति में जा रहे That हैं, is what real faith is. और वो ही है सच्चा विश्वास। Her prayer was not answered. उसका प्रार्थना का उत्तर नहीं मिला, Her situation didn't change. उसका परिस्थिति बदला नहीं है। Every time when she went to the presence of God, हमेशा प्रभु के सन्निधि में
जाते she समय had to cry back home. वापस रो के वापस आती है। If you check 1 Samuel chapter 3, I guess, पहला शमूएल 3 अध्याय, you'll see Penina used to suffer her a lot whenever she goes to the church. पेनिन्ना जब कभी वो हन्ना को देखते उसको बहुत तंग करती है। Whenever she goes to the church, she comes back crying. और जब कभी मंडली में जाते हैं वापस आते तो रो के आती है। Is there any Hannah over here? आज कोई हन्ना इधर बैठा है क्या? God is seeing you. परमेश्वर आपको देख रहा है। If you have still come back to the presence of God, परमेश्वर की उपस्थिति में है तो I want to hand over a word of God to you. परमेश्वर का एक वचन आपके लिए दे रहा चाहता Your हूं। womb will not be empty every time. और आपका गर्भपात्र कभी खाली नहीं रहेगा। Every time when you come to the presence of God, your hands are not going to be empty. और जब कभी आप प्रभु के उपस्थिति में जाते हैं आपका हाथ और आपका गर्भपात्र कभी खाली नहीं रहेगा। One day you will come back to the presence of God with an answered prayer. और एक बार आप परमेश्वर के सन्निधि में एक उत्तर पाया हुआ या एक प्रार्थना के साथ में आएंगे। അവളുടെ കരങ്ങൾ ശൂന്യമായിരുന്നു എന്നിട്ടും ദൈവസന്നിധിയിൽ അവൾ കടന്നുപോയി അതായിരുന്നു വിശ്വാസം. अरे उसका विश्वास ऐसा था कि इसके हाथ खाली था लेकिन फिर भी परमेश्वर की उपस्थिति में आते थे। ദൈവം അവളുടെ വിശ്വാസത്തെ കണ്ടിട്ട് ഒടുവിൽ അവൾ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നത് അവൻ ഒടിഞ്ഞ കരത്തോടെ അല്ല ഒരു വാഗ്ദത്ത സന്തതിയോടെ കൂടെയാണെന്ന് മറക്കരുത്. लेकिन बाद में जब प्रभु के उपस्थिति में आया ये प्रभु का वायदा के साथ में उसके हाथों में भरा हुआ एक अवस्था में वापस आया। അബ്രഹാമിന് മക്കളില്ലായിരുന്നു പക്ഷെ ദൈവം അവനെ അപ്പൻ എന്ന് വിളിച്ചതിന് പിന്നിൽ ഒന്നുണ്ടായിരുന്നു. अरे अब अब्राहम को बच्चे नहीं थे लेकिन उसको पिता बोलकर बुलाने का एक मतलब था അവൻ വിശ്വാസിയായിരുന്നു. क्योंकि वो विश्वास का पिता है। ഇന്ന് നിന്റെ മേലും ദൈവം ചില വാഗ്ദത്തങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. परमेश्वर आपके ऊपर भी वायदा देने के लिए तैयार है। നിങ്ങളുടെ മേലും ദൈവം ചില ദൈവ ശബ്ദത്തെ അയക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. परमेश्वर का आवाज वाणी सुनाने के लिए प्रभु तैयार है। യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നാം പരിശോധിക്കുമ്പോൾ यशायाह का पुस्तक में हम लोग पढ़ते समय 55 അധ്യായം അതിന്റെ 11 വാക്യം अरे इसका 55 का 11 वचन हम लोग पढ़ते അവിടെ ഇങ്ങനെ समय എഴുതിയിരിക്കുന്നു, so is my word that goes out from my mouth, it will not return to me empty, but will accomplish what I desire and achieve the purpose of for which I sent it. अरे जो परमेश्वर के मुंह से निकलता हुआ जो वचन है वो खाली नहीं रहेगा, खाली वापस नहीं आएगा, वो अपना काम पूरा करके वापस आएगा। ആകാശവും ഭൂമിയും മാറിപ്പോയേക്കാം, आकाश और भूमि हट जाएंगे പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. लेकिन परमेश्वर का वचन में कोई बदलाव नहीं रहेगा। സാഹചര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും, आपके अवस्थाएं बदलते रहेंगे പക്ഷെ ദൈവം നിന്റെ മേൽ പറഞ്ഞിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾക്കും വചനങ്ങൾക്കും അത് മാറത്തില്ല. लेकिन परमेश्वर ने आपके ऊपर जो प्रभु का वचन दिया है वो कभी बदलेगा नहीं। പലരും കൈവിട്ടെന്ന് വരാം, बहुत सारे लोग आपका हाथ छोड़ सकते हैं, പലരും ഉപേക്ഷിച്ചെന്ന് വരാം, बहुत सारे लोग आपको उपेक्षा പലരും തള്ളിക്കളഞ്ഞെന്ന് വരാം, इनकार किया रहता है, പല ഡോറും അടഞ്ഞെന്ന് വരാം, बहुत सारे दरवाजे आपके लिए बंद रहेगा, പല വഴികളും അടഞ്ഞെന്ന് വരാം. कुछ सारे कुछ रास्ते बंद रहेंगे। പക്ഷെ എന്റെ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയൊന്നുണ്ട്, लेकिन प्रभु का एक खासियत है, അവൻ വചനം അയച്ചു സൗഖ്യമാക്കുന്ന ദൈവമാണ്. वचन को बेचकर चंगा करने वाला परमेश्वर। യായിറോസിന്റെ മകൾ വീട്ടിൽ മരിച്ചു കൊണ്ടിരുന്നപ്പോഴും और याइरस का बेटी घर में मरते समय पर ഈ രക്തസ്രാവം ബാധിച്ച സ്ത്രീ യേശു സൗഖ്യമാക്കിയതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. और ये रक्त का बीमारी का स्त्री को परमेश्वर चंगा करने का कारण है, കാരണം അവൾ വീട്ടിൽ നിന്ന് വന്നപ്പോഴും ഒരു കാര്യം പറഞ്ഞുകൊണ്ടാ വന്നത്. और उसने बोल के आया हुआ एक बात है, അവൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാ വന്നത്. बोल के आया हुआ एक बात है, ഞാൻ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊടാൻ കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യമാ. और यीशु मसीह के वस्त्र को छू सकता है तो मुझे चंगाई मिल जाएगा। അവൾ കൊതിയുള്ളവളായിരുന്നു, और उसको बहुत एक इच्छा था, एक चाहत था, അവളുടെ ഉള്ളിൽ വിശപ്പുണ്ടായിരുന്നു, उनके अंदर एक भूखापन था, അവളുടെ ഉള്ളിൽ വിശ്വാസമുണ്ടായിരുന്നു, उनके अंदर एक विश्वास था। അവളുടെ അവരുടെ അടുത്തുള്ളവരെല്ലാവരും അവളെ ഇഗ്നോർ ചെയ്തു, सारे लोग उनको इनकार किए थे, എല്ലാവരും അവളെ മാർജിനൈസ് ചെയ്ത് നിർത്തിയിരുന്നു. और अकेलापन में उसको डाल दिए थे। പക്ഷേ അവളെ കൂട്ടി നിർത്തി അവളെ കൂടി ചേർത്ത അല്ലെങ്കിൽ അവളെ ചേർത്ത് പിടിച്ച ഒരേ ഒരുവൻ എൻ്റെ യേശു കർത്താവ്. और उसको नजदीक और उसके साथ में पकड़ा हुआ, साथ में रहा हुआ व्यक्ति यीशु मसीह। എല്ലാവർക്കും അവൾ ഒരു ശാപമായിരുന്നു, सबके लिए ये श्रापित व्यक्ति था, എല്ലാവർക്കും അവൾ ഒരു ദോഷമായിരുന്നു, और सबके लिए एक दोष की अवस्था था, വെറുക്കപ്പെട്ടവളായിരുന്നു. सबके लिए एक इनकार किया हुआ एक अवस्था। യേശു തെരഞ്ഞെടുക്കുന്ന അങ്ങനെയുള്ളവരെയാ. लेकिन ऐसे लोगों को परमेश्वर चुनता है, വെറുക്കപ്പെട്ടവരെ എൻ്റെ കർത്താവിന് ആവശ്യം. जिनको जो द्वेष किया जाता है उनको प्रभु चुन लेता है, തള്ളിക്കളഞ്ഞതിനെ ദൈവത്തിന് ആവശ്യം. जिनको इनकार किया है उनको प्रभु चुन लेता है। ഇതിനകത്ത് തള്ളപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ऐसा इनकार किया हुआ इस अवस्था में कोई बैठा है क्या?
മനുഷ്യൻ കണ്ടില്ലെങ്കിലും ദൈവം നിന്നെ ഇന്ന് രാത്രി വ്യക്തമായി मनुष्य കാണുന്നുണ്ട്. देखा नहीं है तो भी प्रभु देखा है. ആമേൻ. അവൾ വിശ്വാസത്തോടെ വന്നതുകൊണ്ട് തന്നെ കർത്താവ് അവളെ മാനിച്ചു. प्रभु ने उसको सम्मान किया. കർത്താവ് ബിസി ആയിരുന്നു. परमेश्वर बहुत बिजी था. വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാ. और जो वेंटिलेटर में पड़ा हुआ व्यक्ति के लिए प्रार्थना कर रहा है. എങ്കിലും വിശ്വാസത്തോടെ ഒരു രക്തസ്രാവം ബാധിച്ച സ്ത്രീ വന്നപ്പോൾ അവളെ മാനിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒന്ന് മനസ്സിലാക്കുക, എന്റെ ദൈവം നിനക്ക് വേണ്ടി ബിസി അല്ല. മനുഷ്യർ ബിസി ആയിക്കാം, പക്ഷെ ദൈവം നിനക്ക് വേണ്ടി സമയം വേർതിരിക്കുവാൻ ശക്തനാ. अरे आपके लिए आपको लगेगा कि परमेश्वर बिजी है फिर भी, लेकिन मैं बोल रहा हूँ आपके लिए जरूर परमेश्वर समय बिताएगा. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന കരമടിച്ച ദൈവത്തിന് മഹത്വം आज കൊടുക്കാമോ? ऐसा विश्वास करता हुआ हर एक व्यक्ति अपने ताली बजाकर परमेश्वर को स्तुति कीजिए. ഇന്ന് രാത്രിയിൽ ഇപ്രകാരം ദൈവത്തിന്റെ ഒരു വചന ആർക്കൊക്കെയോ വേണ്ടി ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു യെശയ്യാവ് 55 ആമേൻ 11 പറയുന്നത് പോലെ അത് വെറുതെ തിരിച്ച് ദൈവസന്നിധിയിൽ കടന്നു പോകത്തില്ല. ഏത് ഉദ്ദേശത്തോടാണ് ദൈവം അയച്ചത് അത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ അത് തിരികെ കടന്നു പോകത്തുള്ളൂ. हालेलुया. किसी एक व्यक्ति के लिए प्रभु का वचन ऐसा आ रहा है कि परमेश्वर के मुंह से निकला वो वचन है, वो कभी वापस खाली नहीं आता है, वो जरूर अपना काम पूरा करके वापस आता है. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നാം പരിശോധിക്കുമ്പോൾ रोमिया 12 अध्याय उसका दूसरा वचन हम लोग पढ़ते समय पर അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, उधर ऐसा लिखा है, do not conform to the pattern of this world, इस दुनिया के अनुरूप नहीं बनना, but be transformed by the renewing of your mind. लेकिन आप इस आपके मन का नया होकर आप रूपांतर प्राप्त करना, Then you will be able to test and approve what God's will is. ताकि परमेश्वर का सिद्ध इच्छा आपको समझ में आए. His good, pleasing and perfect will. जो भला परमेश्वर को भाता हुआ सिद्ध परमेश्वर का इच्छा क्या है समझने के लिए. ദൈവത്തിൻ്റെതായിട്ടുള്ള പദ്ധതികൾ ഒരിക്കലും മനുഷ്യന്റെ സിസ്റ്റം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. परमेश्वर का इच्छा जो है परमेश्वर का इच्छा जो है मनुष्य के सिस्टम से आपको उसको समझ नहीं सकता. മനുഷ്യന്റെ സിസ്റ്റം അനുസരിച്ച് സൂര്യൻ ഉണ്ടെങ്കിലേ വെളിച്ചം ഉണ്ടാകത്തുള്ളൂ. और मनुष्य के सिस्टम से बाहर है तो ही ज्योति हो सकता है. മനുഷ്യന്റെ സിസ്റ്റം അനുസരിച്ച് കുഞ്ഞുങ്ങളെ ലഭിച്ചാൽ മാത്രമേ അപ്പനാകാൻ പറ്റത്തുള്ളൂ. और मनुष्य के सिस्टम के अनुसार आप बच्चे पैदा किया तो पिता बन सकता है. മനുഷ്യന്റെ സിസ്റ്റം അനുസരിച്ച് ഒരു യുദ്ധത്തിൽ യുദ്ധം ചെയ്താലേ ജയം കിട്ടത്തുള്ളൂ. और मनुष्य के सिस्टम के अनुसार युद्ध किया तो आपको जीत मिल सकता है. മനുഷ്യന്റെ സിസ്റ്റം അനുസരിച്ച് നല്ല പ്രവൃത്തികൾ ചെയ്താലേ നീതിമാനാകത്തുള്ളൂ. और मनुष्य के सिस्टम के अनुसार अच्छा काम किया तो आप धर्मी बन सकता है. മനുഷ്യന്റെ സിസ്റ്റം അനുസരിച്ച് നോക്കുമ്പോൾ എവിഡൻസ് കണ്ടാൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ और പറ്റത്തുള്ളൂ. किधर भी एक प्रूफ देखा तो ही आपको विश्वास हो सकता है. പക്ഷെ ദൈവത്തിന്റെ സിസ്റ്റം ഡിഫറെന്റ് ആണ്. लेकिन परमेश्वर का सिस्टम अलग है. ദൈവത്തിന്റെ സിസ്റ്റം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. परमेश्वर का सिस्टम अलग है. ലോകത്തിന്റെ പാറ്റേൺ അനുസരിച്ചല്ല. दुनिया के अनुरूप जैसा नहीं है. ലോകത്തിന്റെ സിസ്റ്റത്തിനനുസരിച്ചല്ല. दुनिया के सिस्टम के जैसा नहीं है. ദൈവത്തിന്റെ സിസ്റ്റം എന്താണെന്ന് അറിയണമോ? परमेश्वर का सिस्टम क्या है समझना അവൻ है क्या? യോശുവയോട് ഒരിക്കൽ ദൈവം പറയുന്നു, योशुआ को बोलता है യെരിഹോ ഞാൻ നിന്റെ കരങ്ങളിൽ നൽകിയിരിക്കുന്നു എന്ന്. यरीहो आपके हाथों में दे चुका है. അപ്പോഴും അതിലിടിഞ്ഞിട്ടില്ല. उस समय पर भी दीवार गिरा नहीं है. ഗിദയോനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞിരിക്കുക, മിഥ്യാന്യരെ ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. मिद्यान के लोगों को आपके हाथों में दे चुका है. അപ്പോഴും മിഥ്യാന്യര് വിട്ടില് പോലെ ഇങ്ങനെ അല്ലെങ്കിൽ കടൽക്കരയിലെ മണല് പോലെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാ. तभी भी मिद्यान के लोगों को छोड़ के नहीं गया है. പക്ഷെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയണമോ? परमेश्वर का एक प्लान ऐसा है. ആദ്യം തന്റെ വചനത്തെ അയക്കുന്നു. पहला वो अपना वचन को बेचता है. ഗിദയോനെ ഞാൻ മിഥ്യാന്യരെ നിന്റെ കൈ തന്നിരിക്കുകയാണ്. गिदयोन मैं तुमको मिद्यान के ऊपर मैं जीत देता हूँ. ഞാൻ നിനക്ക് ജയം मैं തന്നിരിക്കുകയാണ്. आपको जय देता हूँ. യോശുവയോടും പറയുക, ഞാൻ നിനക്ക് നിന്റെ തടസ്സമായി നിൽക്കുന്ന യെരിഹോമിനെ നിന്റെ കരങ്ങൾ നൽകിയിരിക്കുകയാണ്. योशुआ को बोलता है कि तुम्हारे विरुद्ध में खड़ा होता हुआ यरीहो के ऊपर मैं आपको जय दे रहा हूँ. ജയം നൽകിയിട്ട് യുദ്ധത്തിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. जय के बारे में बोलकर आपको युद्ध के लिए बेचता हुआ परमेश्वर. ജയത്തിനു വേണ്ടിയല്ല ദൈവമക്കൾ യുദ്ധം ചെയ്യുന്നത്, ജയത്തിൽ നിന്നാണ് യുദ്ധം ചെയ്യേണ്ടത്. जय के लिए आप युद्ध नहीं करता है, अब जय के अंदर में खड़ा होकर युद्ध करना है. കാരണം വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, യു ആർ മോർ ദാൻ എ കോൺകറർ. परमेश्वर का वचन ऐसा बोलता है आप जयशाली के ऊपर है. നമ്മൾ തോൽവിയല്ല, हम लोग कभी भी हारने वाले नहीं है. തോറ്റവരല്ല, हम लोग हारने वाले नहीं है. കാൽവരി ക്രൂശിൽ ഓൾറെഡി ജയം തന്നിരിക്കുകയാണ്. कालवरी क्रूस के ऊपर परमेश्वर ने ऑलरेडी जय दिया ആ है. ജയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വിടുതൽ പ്രാപിക്കുന്നത്. और वो जय के अंदर खड़ा होकर हम लोग आगे बढ़ रहा है. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് അറിയാമോ? कैसा होता है? ഇവിടെ നമ്മൾ വായിച്ചു, റിന്യൂവിംഗ് ഓഫ് യുവർ മൈൻഡ്. और आपका मन को नया करके, റിന്യൂവിംഗ് ഓഫ് യുവർ മൈൻഡ്. आपका मन नया करके. എന്താണ് റിന്യൂവിംഗ് ഓഫ് യുവർ മൈൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു വചനത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് കാണുവാനേ കഴിയുന്നു. आपका मन नया करना कैसा है बोल के क्या है बोला तो
John chapter 8 verses 32 says, यूहन्ना 8वां अध्याय उसका 32 से बोलता है, then you will know the truth and the truth will set you free. आप सच्चाई को जानोगे और सच्चाई तुम्हें स्वतंत्र कर दोगे. ആദ്യം സത്യം മനസ്സിലാക്കും. का पहला सच्चाई को ग्रहण करना. മനസ്സിലാക്കൽ എവിടെയാ നടക്കുന്നത്? और किधर वचन को समझना है? Where does understanding happen? और किधर हम लोग का जिंदगी में समझ आता है? It happens in our mind. और अपने मन में होता है. മനസ്സിനകത്ത് മാറ്റമില്ലാതെ സാഹചര്യം മാറത്തില്ല. और आपके मन में बदलाव नहीं है तो आपका अवस्था बदलेंगे नहीं. I mean ലോകത്തിന്റെ സിസ്റ്റം അനുസരിച്ച് സാഹചര്യം മാറിയാലേ മനസ്സ് മാറത്തുള്ളൂ. और दुनिया के सिस्टम के अनुसार अवस्थाएं बदला तो आपका मन बदलता है. കർത്താവേ എന്റെ ബാങ്ക് ബാലൻസ് ഒന്ന് കൂടിയിരുന്നെങ്കിൽ എനിക്കൊന്ന് സന്തോഷിക്കാമായിരുന്നു. प्रभु मेरा बैंक बैलेंस बढ़ गया तो मैं थोड़ा आनंद कर सकता था. കർത്താവേ എനിക്കൊരല്പം ആരോഗ്യം കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊന്ന് നന്നായിട്ട് ജോലി ചെയ്യായിരുന്നു. प्रभु मुझे आप अच्छी तरह से तंदुरुस्ती रखता तो मैं थोड़ा आनंद कर सकते थे. കർത്താവേ നല്ലൊരു ഭാര്യയെ തന്നിരുന്നെങ്കിൽ എനിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാമായിരുന്നു. प्रभु अच्छा एक पत्नी देते तो प्रभु आप मेरे लिए काम किया बोल के बोलते थे. അനുസരണമുള്ള മക്കളെ തന്നിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാമായിരുന്നു. आज्ञाकारी होता वो बच्चे देते हैं तो प्रभु मैं शांति से रह सकते थे. ലോകത്തിന്റെ സിസ്റ്റം പലപ്പോഴും ആമൻ സാഹചര്യങ്ങളിലായിരിക്കാം ഡിപ്പെൻഡ് ചെയ്യുന്നത്. और दुनिया के सिस्टम पूरा अवस्थाओं के ऊपर आधारित रहता പക്ഷെ है. ദൈവത്തിന്റെ സിസ്റ്റം ഡിപ്പെൻഡ് ചെയ്യുന്നത് തന്റെ വചനത്തിന്റെ മേലാണ്. लेकिन परमेश्वर का सिस्टम प्रभु का वचन के ऊपर है. പത്രോസ് ഒരിക്കൽ കടലിന്റെ മീതെ കൂടെ നടന്നു. और पत्रोस ऐसा समुद्र के बीच में चला. He walked on the water. वो पानी के ऊपर चला. How did it happen? कैसा हुआ? Scientifically it's impossible. और ये हो सकता है क्या? Because according to the law of buoyancy and gravitational forces it is impossible. और वो जो है परमेश्वर ये दुनिया के सिस्टम के हिसाब से वो असंभव बात है. Yet Peter walked on water. लेकिन फिर भी पतरस ने पानी के How ऊपर did it चला. happen? कैसा हुआ? By the power of the word. परमेश्वर का वचन के ऊपर. By the power of the word. परमेश्वर के वचन के शक्ति से. It was not a very complicated word. और बड़ा एक वचन नहीं था. It was simple. बहुत सरल एक वचन. It was a single word. एक सिंपल एक वचन. Come. प्रभु ने बोला आ जाओ. वरिगा. अरे प्रभु ने बोला आ जाओ. वरिगा. आ जा. വലിയ വിഷയങ്ങൾക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടെന്ന് വേണമെന്നില്ല. अरे बड़े अवस्थाओं के लिए अरे बड़े कॉम्प्लिकेटेड सॉल्यूशंस का जरूरत नहीं है. ലോകത്തിന്റെ സിസ്റ്റം അനുസരിച്ച് കോംപ്ലിക്കേറ്റഡ് സൊല്യൂഷൻസ് ആയിരിക്കാം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. अरे दुनिया के हिसाब से बड़े अवस्थाओं के लिए बड़े कॉम्प्लिकेटेड പക്ഷെ सॉल्यूशंस. നിന്റെ വിഷയങ്ങൾ എത്ര കോംപ്ലിക്കേറ്റഡ് എന്റെ ദൈവത്തിന് അതെല്ലാം സിമ്പിൾ ആയിട്ട് നടത്താൻ പറ്റും. लेकिन हमारी जिंदगी में कितना भी कॉम्प्लिकेटेड प्रॉब्लम्स रहने दो परमेश्वर उसको बहुत सरल तरीके से उसको ഒരു മരിച്ച വ്യക്തി ഉയർത്തെഴുന്നേൽപ്പിക്കണമെങ്കിൽ മെഡിക്കൽ സയൻസിന് വെന്റിലേറ്ററിന്റെ സഹായം വേണം. ഒത്തിരി മെഡിസിൻസ് ഇഞ്ചെക്ട് ചെയ്യണം. ആമേൻ ആഴ്ചകള് ആമേൻ എന്താ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റത്തില്ല. വേറെ കാര്യം अरे ये मेडिकल साइंस के हिसाब से एक व्यक्ति को वापस जी उठाना है तो बहुत सारे मेडिकल प्रोसीजर्स है. അത് ഇമ്പോസിബിളാ. अरे असंभव बात है. മരിക്കാറായി കിടക്കുന്ന ഒരു വ്യക്തിയിൽ ജീവൻ നിലനിർത്തണമെങ്കിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം. अरे एक व्यक्ति मरने का दम में आ रहा है उसको जिंदा रखने के लिए बहुत सारे प्रोसीजर्स. പക്ഷെ മരിച്ച ലാസർ അതായത് നാറ്റം വരെ വമിച്ചു എന്ന വചനം പഠിപ്പിക്കുന്നത്. लेकिन मर गया हुआ लाजर जो है 4 दिन हो गया था सड़ता हुआ अवस्था हुआ. ആ 4-ാം ദിവസം യേശു കടന്നു പോയിട്ട് ഒത്തിരി കാര്യമൊന്നും ചെയ്തില്ല. अरे उधर 4था दिन यीशु मसीह आकर उसने ज्यादा बड़ा काम कुछ नहीं किया. വെന്റിലേറ്റർ റെന്റ് ചെയ്തില്ല. उधर वेंटिलेटर नहीं आया. മെഡിസിൻസ് ഓർഡർ ചെയ്തില്ല. कोई मेडिसिन ऑर्डर नहीं किया. ഒന്നും ചെയ്തില്ല. कुछ नहीं किया. എന്റെ ദൈവം ഒരൊറ്റ വാക്ക്. अरे मेरा परमेश्वर एक ही बात. ലാസറെ പുറത്തു വരിക. लाजर बाहर निकला. ചില ദൈവ ശബ്ദങ്ങൾ സിമ്പിൾ ആയിട്ട് മനുഷ്യന്റെ ചിന്ത വെച്ച് നോക്കുമ്പോൾ തോന്നിയേക്കാം. मनुष्य के चिंता से सोचते हैं तो प्रभु के वचन बहुत सरल है. പക്ഷേ ആ ചെറിയ വചനത്തിനകത്ത് വലിയ ദൈവശക്തി ഉണ്ടെന്ന് മറക്കരുത്. लेकिन वो छोटा वचन में परमेश्वर का शक्ति बड़ा है. ഈ ഇത്രത്തോളം വലിയ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ മനോഹരമായ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് ഒറ്റ വാക്കുകൊണ്ടാ. अरे ये पूरा भूमंडल को परमेश्वर ने बहुत सरल तरीके से बनाया. ഇന്ന് നമ്മുടെ സയൻസിന് തന്നെ ഒരു സൃഷ്ടി ഉണ്ടാക്കണമെങ്കിൽ ഒത്തിരി നാള് വേണം. अरे एक शास्त्र के हिसाब से एक चीज को बनाया तो बहुत समय चाहिए. ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്. बहुत बड़े प्रोसीजर्स है. ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം. बहुत सारे बातें करना है. പക്ഷെ എന്റെ ദൈവം ഉപയോഗിച്ച ഒരൊറ്റ വാക്ക് എന്താണെന്ന് അറിയാമോ? लेकिन परमेश्वर ने एक ही शब्द इस्तेमाल किया. ഉണ്ടാകട്ടെ. ओ होने दो. Let there be light. ज्योति होने दो. Let there be. अरे ऐसा होने दो. ഉണ്ടാകട്ടെ. let
there be light. ഉണ്ടാകട്ടെ. अरे वो ऐसा होने दो. ഒറ്റ വാക്ക് മതി, വലുത് പലതും സംഭവിക്കും. अरे एक बात, एक शब्द काफी है, बहुत बड़े बड़े बातें. ഒരൊറ്റ ദൈവത്തിന്റെ ശബ്ദം മതി, ആമേൻ, ജീവിതം മാറി മറിയും. और आपका जिंदगी बदलने के लिए एक बड़ा आवाज जरूरत नहीं है. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഏറ്റെടുക്കാൻ കഴിയുന്നവരൊന്ന് ആമേൻ പറഞ്ഞൊന്ന് കരമടിച്ചൊന്ന് ഏറ്റെടുക്കുക. और ऐसा आपको स्वीकार कर सकता है परमेश्वर को आमीन बोलकर थाली बजाकर परमेश्वर को स्तुति कर सकते हैं. കർത്താവേ, നിന്റെ ഒരൊറ്റ വാക്ക് മതി എന്റെ ജീവിതം മാറി മറിയുവാൻ. हालेलुया. प्रभु आपका एक शब्द काफी है मेरी जिंदगी को बदलने के लिए. ശതാധിപൻ യേശുവിനോട് പറഞ്ഞു, എന്റെ വീട്ടിൽ വരാൻ നീ യോഗ്യനല്ല, നീ ഒന്ന് കൽപ്പിച്ചാ മതി. हालेलुया. शताब्दी ने ऐसे बोला कि आप एक हुक्म दे, मेरा जिंदगी में काम हो जाएगा. ഞാൻ എന്റെ വേലക്കാരോട് ഒന്ന് ചെയ്യാൻ പറഞ്ഞാൽ അവരത് ചെയ്യുന്നു. अरे मेरे दासों को मैं बोलता हूँ करने के लिए वो करते हैं. അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ഇങ്ങോട്ട് വരുന്നു. और उनको आने के लिए बोलते तो आते हैं. അങ്ങോട്ട് പോകാൻ പറഞ്ഞ അങ്ങോട്ട് പോകുന്നു. जाने के लिए बोलते तो जाते हैं. അങ്ങനെയാണെങ്കിൽ കർത്താവേ, अरे उसके बीच में അങ്ങനെയാണെങ്കിൽ കർത്താവേ, ऐसा है तो परमेश्वर ലോകത്തെ സൃഷ്ടിച്ചവൻ, और प्रभु इस दुनिया को सृष्टि किया, മനുഷ്യനെ സൃഷ്ടിച്ചവൻ, मनुष्य को सृष्टि किया, മനുഷ്യന്റെ ഭാവിയെ എഴുതി പിടിപ്പിച്ചവൻ, मनुष्य का भविष्य को बनाया हुआ परमेश्वर, മനുഷ്യനോടുള്ള സ്നേഹത്തെ കൈപ്പത്തിയിൽ വരച്ചവൻ, मनुष्य का प्रेम को अपने हाथों में बनाया. ഒരു വാക്ക് കൽപ്പിച്ചു കഴിഞ്ഞാൽ പലതും സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. एक शब्द बोला तो बहुत कुछ बातें हो जाएंगी. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയും, കർത്താവേ, എനിക്കും വേണം ആ ദൈവത്തിന്റെ ഒരു ശബ്ദം? कितने लोग बोल सकते हैं प्रभु मुझे भी एक शब्द चाहिए? How many of you can say that I also need the word of God? प्रभु मुझे भी प्रभु का वचन चाहिए. I also need the Rhema word of God. परमेश्वर का रेमा वचन मुझे भी चाहिए. Do you know what is Rhema? और आपको रेमा वचन क्या पता है? Appointed word of God. अरे आपके लिए नियुक्त किया हुआ प्रभु का वचन. It is a word that is being sent for a particular purpose. अरे एक मकसद के लिए भेजा जाता हुआ प्रभु का वचन. നമ്മൾ തന്നെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കളോട് और हम लोग भी एक बात कुछ करने के लिए अपने बच्चों को बोलते हैं. ഒരു പാക്കറ്റ് പക്കാവട എടുത്തോണ്ട് പോവാ മക്കളെ, और एक पैकेट ये बाखरवाड़ी लेके आओ, ഒന്ന് ഫാനിന്റെ സ്പീഡ് കൂട്ടും മക്കളെ, और एक फैन का स्पीड थोड़ा बढ़ाओ, മക്കളെ ഒന്ന് ലൈറ്റ് ഓൺ ചെയ്യ, लाइट ऑन करो. അവിടെ പറയാം അമ്മയ്ക്ക് പോയി പക്കാവട എടുത്തൂടെ, अरे आप जाके नहीं कर सकते हैं क्या? അമ്മയ്ക്ക് പോയി ഫാനിന്റെ സ്പീഡ് കൂട്ടിക്കൂടെ, मम्मी आप फैन का स्पीड बढ़ा नहीं सकते क्या? അമ്മയ്ക്ക് ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്തൂടെ लाइट ऑफ नहीं कर सकता है എന്ന് क्या? പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് നമ്മൾ പറയണ്ട. और उसका अगला स्टेप हम लोग को पता है क्या होगा. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, और एक बात हमको समझना है, നമ്മൾ എങ്ങനെയാണെങ്കിലും അനുസരിപ്പിക്കും. और हम लोग कैसे भी उनको आज्ञाकारी हो जाएगा. സൃഷ്ടിച്ചവൻ സൃഷ്ടിയോട് കൽപ്പിച്ചാൽ അനുസരിക്കാതിരിക്കാൻ കഴിയുമോ? और सृष्टि को सृष्टिकर्ता कुछ बोलते हैं तो वो जरूर पालन करेगा. മനസ്സിലാകുന്നവർ നാമേൻ പറഞ്ഞാട്ടെ. कितने लोगों को समझ में आए उन लोग प्रभु को धन्यवाद भी दीजिए. ദൈവം ചിലത് കൽപ്പിച്ചു കഴിഞ്ഞാൽ, परमेश्वर ने आज्ञा दिया है तो, നിന്നെ നോക്കി ദൈവം ചിലത് നിരൂപിച്ചു കഴിഞ്ഞാൽ, और आपको देख के परमेश्वर ने कुछ सोचा तो, ദൈവം നിനക്ക് വേണ്ടി ഒരു ചരിത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ, और आपके लिए एक चरित्र प्रभु ने लिखा है तो, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു മൂവി സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതുപടി തന്നെ ഡയറക്ടറിനോട് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നത് പോലെ, और एक स्क्रिप्ट राइटर एक डायरेक्टर को बोल के जैसा बना के लेता है. എന്റെ ദൈവം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സ്ക്രിപ്റ്റ് റൈറ്ററാ. मेरा परमेश्वर सबसे बड़ा स्क्रिप्ट राइटर है. മനുഷ്യൻ നിന്നെ പറ്റി പല തലവിധികൾ എഴുതിയിട്ടുണ്ടായിരിക്കാം. मनुष्य ने अलग अलग लेख आपके बारे में लिखा रहेंगे. ഒരു നല്ലൊരു മൂവി എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര വലിയ ക്ലൈമാക്സ് ആയിരിക്കും, और एक अच्छा मूवी दे दो उसका क्लाइमैक्स बहुत अच्छा रहेगा, ഭയങ്കര ട്വിസ്റ്റ് ആയിരിക്കും. बहुत ट्विस्ट रहेगा. ഒന്ന് മനസ്സിലാക്കുക, ലോകം കാണാത്ത വലിയ ട്വിസ്റ്റുകളിലേക്ക് ദൈവം നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. और दुनिया देखता नहीं ऐसा एक ट्विस्ट कि आपकी जिंदगी में प्रभु लेके जा रहा है. വലിയ ചേഞ്ചസിന് വേണ്ടി കർത്താവ് നിന്നെ ഒരുക്കുകയാണ്. बहुत सारे चेंजेस के लिए परमेश्वर आपको लेके जा रहा है. പെനീന കണ്ടില്ല ഹന്ന ഗർഭിണിയാകുമെന്ന്. और पेनिना देखा नहीं हन्ना गर्भवती हो रही है. സാറ വിചാരിച്ചില്ല തന്റെ ഹസ്ബൻഡ് ഒരു പപ്പയാകുമെന്ന്. अरे सारा कभी सोचा नहीं कि उसका अब्राहम उसका पति अब्राहम एक पिता बन जाएगा. വചനം പറയുന്നത് സാറ ചിരിച്ചു എന്നാ. और वचन बोलता है सारा हंसी. ഇങ്ങനെ എന്ത് വലിയ കോമഡിയാ പറയുന്നേ. बहुत बड़ा कॉमेडी बोल रहा है. ശരിയെന്നെ, ഞങ്ങൾ ഞാൻ ഫെയർ ആൻഡ് ലൊല്ലിയൊക്കെ ഇട്ട് കുറച്ചൊന്ന് പ്രായമൊക്കെ കുറഞ്ഞിരിക്കും, എന്നാലും ഒന്ന് മനസ്സിലാക്കണ്ടേ വയസ്സ് 10-70 ആയത്. जिंदगी में इतना उम्र हो चुका बोल के उसको समझ में आना है बोल के ऐसा सोचती है.
മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുന്നത് ശരി തന്നെ. मेकअप करता है बराबर है. യജമാനെ വയസ്സ് ഇവിടുത്തെ 70 अरे मेरा उम्र बहुत बड़ा हो गया है. അവള് ചിരിച്ചു. और वो हंसी. പക്ഷെ എന്റെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത 100-ാം വയസ്സിൽ ആമേൻ അബ്രഹാമിനെയും സാറയും ആമേൻ പേരൻസ് ആക്കിയവൻ എന്റെ ദൈവം. अरे मेरा परमेश्वर जो है अब्राहम और सारा को 100 साल की उम्र में उसको माता पिता बना ഇന്ന് दिया. രാത്രിയിൽ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. एक बात आपको बोलना चाहूंगा. എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. मेरा वचन इधर बंद कर रहा हूँ. ഇത്ര മാത്രം ചെയ്യുക നിങ്ങൾ. ഇത്ര മാത്രം നിങ്ങൾ ചെയ്യുക. इतना ही आप कर लो. ആമേൻ മനസ്സിൽ കൊത്തി എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ മനസ്സിൽ കൊത്തി എഴുതിപ്പിക്കാം. और आप लिखना चाहते हैं जरूर लिख के रखना. At first God's promises contradicts reality, then God's spirit changes it. हालेलुया. परमेश्वर का वचन पहला असलियत में बोल देता है, बाद में पवित्र आत्मा आके उसके लिए काम करता നമ്മുടെ है. റിയാലിറ്റിയെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നതായിരിക്കാം ദൈവത്തിന്റെ ശബ്ദം പലപ്പോഴും. कभी कभी परमेश्वर आपके जिंदगी की अवस्थाओं के विपरीत परमेश्वर का वचन आता है. നമ്മുടെ യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കാം ദൈവിക വാഗ്ദത്തങ്ങൾ. और आपके जो असलियत की अवस्थाओं से बहुत विपरीत रहेगा परमेश्वर का वचन. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും ദൈവത്തിൽ നിനക്ക് വിശ്വാസം അർപ്പിച്ച് ദാവീദ് 27-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ യഹോവയിൽ പ്രത്യാശ വെച്ച് ഉറച്ചിരിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക. अरे प्रभु के ऊपर भरोसा रखकर जीवन बिताने के लिए हो सकता है तो ദൈവത്തിന്റെ ആത്മാവ് നിന്റെ യാഥാർത്ഥ്യത്തെ ആമേൻ വാഗ്ദത്തത്തിനനുസരിച്ച് ആക്കി തീർക്കുമെന്ന്. और पवित्र आत्मा का शक्ति आपका वायदा के हिसाब से परमेश्वर काम करेंगे. പക്ഷേ അതിന് ചെയ്യേണ്ട ഒന്നുണ്ട്. और एक बात मुझे करना है. ആത്മാവിൽ ചേഞ്ചസ് നടക്കണം. आत्मा में बदलाव होना है. നിരോഗിയായിരിക്കാം, आप रोगी रहेंगे, പക്ഷേ അപ്പോഴും പറയാൻ കഴിയണം ഈ രോഗത്തിന് എന്നെ തളർത്താൻ കഴിയത്തില്ല, എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കും. तभी भी आपको बोलना है ये रोग मुझे दबा के रख नहीं सकता, मुझे प्रभु चंगा करेगा. യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല ഞാൻ പറയുന്നത്. आपका रियलिटी से आपको भागना है ऐसा नहीं बोल रहा हूँ. അന്ധവിശ്വാസിയാകാനല്ല പറയുന്നത്. विश्वासी बनना ये नहीं बोल रहा हूँ. വ്യക്തത മനസ്സിലാക്കുക. आपकी जिंदगी में व्यक्तिगत तरीके से രോഗമുണ്ടായിരിക്കാം, പക്ഷെ രോഗം എന്നെ ബാധിക്കത്തില്ല. रोग रहेंगे लेकिन रोग मुझे तकलीफ नहीं दे सकता. കടമുണ്ടായിരിക്കാം, കടം ഒരു ഭാരമാകത്തില്ല. मेरा जिंदगी में खर्च रहेगा लेकिन खर्च मुझे तकलीफ नहीं दे सकता. സാമ്പത്തികമായ തകർച്ചയിലൂടെ ആയിരിക്കാം ഞാൻ കടന്നു പോകും, പക്ഷെ എങ്കിലും എന്റെ ജീവിതം തകരത്തില്ല. संपत्ति में मुझे बहुत तकलीफ रहेगा लेकिन मुझे दबा नहीं सकता. കാറ്റും കടലും ശാന്തമല്ലായിരിക്കാം, പക്ഷെ എങ്കിലും എന്നെ രക്ഷിക്കുന്ന ഒരു ദൈവം എന്റെ പടകിലുണ്ട്. हालेलुया. बहुत तूफान और लहर रहेंगे लेकिन मेरे नाव के विरुद्ध में है तो भी मेरे जिंदगी में कुछ हानि नहीं आएगा. സ്ഥിതിഗതികൾ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിരിക്കാം, പക്ഷേ ഒരു പോസിറ്റിവിറ്റിയുടെ ഒരു ദൈവം എനിക്കുണ്ട്. हालेलुया. मेरा जिंदगी का अवस्था सब नेगेटिव रहेंगे लेकिन मेरे जिंदगी परमेश्वर मुझे पॉजिटिव करके देगा. ആമേൻ. കല്ലറയെ പൂന്തോട്ടമാക്കുന്ന ഒരു ദൈവം എന്റെ ജീവിതത്തിലുണ്ട്. और एक कब्रिस्तान को परमेश्वर एक बगीचा के रूप में प्रभु बदल देगा. വിലാപത്തെ നൃത്തമാക്കുന്ന ഒരു ദൈവം എന്റെ ജീവിതത്തിലുണ്ട്. विलाप की जो अवस्था जो है मुझे नाच की तरफ प्रभु बना के देता है. അന്ധകാരത്തെ പ്രകാശമാക്കുന്ന ഒരു ദൈവം എന്റെ ജീവിതത്തിലുണ്ട്. अंधकार को प्रकाशमान हो बनाता हो परमेश्वर. ശൂന്യതകളെ ഭംഗിയുള്ളതാക്കി തീർക്കുന്ന ഒരു ദൈവം എന്റെ ജീവിതത്തിലുണ്ട്. शून्यता की अवस्थाओं को परमेश्वर सुंदर बना के देता हो परमेश्वर. എന്റെ ഒടിഞ്ഞ പടകിനെ നിറയ്ക്കുന്ന ഒരു വിശ്വസ്തനായ ദൈവം എനിക്കുണ്ട്. हालेलुया. मेरा जिंदगी में मेरे नाव को भरता हुआ परमेश्वर. ആത്മാവിൽ പറയാൻ കഴിയുമോ? आत्मा में बोल सकता है क्या? ആത്മാവിൽ ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാപിക്കാൻ കഴിയുമോ? आत्मा में प्रभु का वायदों को प्राप्त कर सकता है. ആത്മമണ്ഡലത്തിൽ ദൈവിക വാഗ്ദത്തങ്ങളെ കാണാൻ കഴിയാമോ? और आत्मा के मंडल में परमेश्वर के वायदों को देख सकता ചിലത് है. ഏറ്റെടുക്കാൻ കഴിയുമോ? आप ले सकता है क्या? നിന്റെ ആത്മാവുമായി ചേർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവുണ്ടല്ലോ, आपके साथ में बैठता हुआ पवित्र आत्मा കേട്ട് കൊള്ളാമെന്ന് പറഞ്ഞിരിക്കത്തില്ല. और ऐसा सुनने के लिए अच्छा है बोल के बैठेगा नहीं है. നിന്റെ ആത്മമണ്ഡലത്തിൽ നീ സ്വീകരിച്ച ദൈവത്തിന്റെ ശബ്ദത്തെ നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തരും അവൻ. अरे परमेश्वर का वचन जो आवाज जो आपने सुना है वो आपकी जिंदगी में पूरा करके देगा. അതുകൊണ്ടാണ് വചനത്തിനകത്ത് പരിശുദ്ധാത്മാവിന് ഇങ്ങനെ ഒരു പേര് നൽകിയിട്ടുള്ളത്, അവൻ കാര്യസ്ഥനത്രേ. और इसलिए परमेश्वर का वचन पवित्र आत्मा को बोल सकता है कि वो अपना काम करने वाला परमेश्वर है. നിന്റെ ജീവിതത്തിൽ നിന്നെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളെ ചെയ്തു തന്ന് യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കാര്യസ്ഥൻ.
പരിശുദ്ധൻ. आपसे जो नहीं हो पाता है वो जो काम है पवित्र आत्मा आपके लिए करके देता है. നിന്റെ ഇംപോസിബിലിറ്റീസിനെ പോസിബിലിറ്റി ആക്കുന്ന ഒരു ദൈവം आपके असंभव बातों को प्रभु संभव बना के देता है. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് വിശ്വസിക്കുവാനേ कितना കഴിയും? लोग ये विश्वास करने के लिए होता है. ദൈവത്തിന്റെ വചനം ഞാൻ കേൾക്കുന്നത് വെറുതെയല്ല. और प्रभु का वचन सुनना ऐसे ही व्यर्थ नहीं है. ദൈവിക വാഗ്ദത്തങ്ങൾ വ്യർത്ഥമല്ല. प्रभु का वायदा व्यर्थ नहीं है. ദൈവം എനിക്ക് നൽകുന്ന റേമ വചനങ്ങൾ വ്യർത്ഥമല്ല. प्रभु ने दिया वो रेमा वचन व्यर्थ नहीं है. ബുദ്ധിക്ക് അത് ഭോഷത്വമായിരിക്കാം, आपके बुद्धि के लिए मूर्खता रहेगा, പക്ഷെ എന്റെ ദൈവത്തിന് അതൊരു യാഥാർത്ഥ്യമത്രേ. लेकिन परमेश्वर के लिए वो बराबर वो सच हो बन जाएगा. എന്റെ ദൈവത്താൽ അത് എന്റെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമത്രേ. मेरा परमेश्वर के द्वारा वो सच बन जाएगा. അത് എന്റെ ജീവിതത്തിലെ സ്വാതന്ത്ര്യത്തിന്റെ സത്യമത്രേ. और मेरा जिंदगी में स्वतंत्रता देता हुआ एक सच्चाई എന്റെ रहेगी. ശാപത്തിൽ നിന്ന്, मेरे श्राप से, എന്നെ കെട്ടിയിരിക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന്, मेरे सारे बांध के रखा हुआ बंधन എന്നെ से, ഭരിക്കുന്ന ലിമിറ്റേഷൻസ് നിന്ന്, सारे सीमाओं से എന്നെ സ്വതന്ത്രമാക്കുന്ന ദൈവത്തിന്റെ സത്യമത്രേ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും मुझे വചനങ്ങളും. स्वतंत्रता देता हुआ प्रभु का सच्चाई है. എബ്രായർക്ക് എഴുതിയ ലേഖനം പരിശോധിക്കുമ്പോൾ हेब्रायर के जो पुस्तक हम लोग पढ़ते समय पर അവിടെ എങ്ങനെയാ പറയുന്നത്? ऐसा बोलते हैं, ദൈവം ഇന്നേയും എന്നേക്കും അനന്യനത്രേ. और हमेशा के लिए एक समान रहता हो എന്റെ परमेश्वर. യേശു 2025 വർഷങ്ങൾക്ക് മുൻപ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തെങ്കിൽ, और 2025 साल पहले भी यीशु मसीह अद्भुत काम किया है. तो ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ മന്ന പൊഴിച്ചു കൊടുത്തെങ്കിൽ, इस्राएल बच्चों को मन्ना दिया है. तो ചെങ്കടലിനെ പിളർന്നു വഴി ഒരുക്കിയെങ്കിൽ, और लाल समुद्र को पार करके प्रभु ने रास्ता बनाया ഈ है. तो വചനത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ്: നീ എത്ര കുടുങ്ങി കടന്നാലും ആ പൊട്ട കിണറ്റിൽ നിന്ന് കൊണ്ടുവരുവാൻ ഇന്നും ദൈവം ശക്തനാ. और परमेश्वर आज भी सर्वशक्तिमान परमेश्वर है, जो पहला कैसा काम किया आज भी काम कर सकता है. ആമേൻ. വിശ്വസിക്കുന്നതായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കാം. और विश्वास करने वाले अपने अपने जगह पर खड़ा हो जाएंगे. ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റെടുത്താട്ടെ. अपने आप को प्रभु के सन्निधि में समर्पण करके प्रभु का वचन को स्वीकार करेंगे. My God is a faithful God. हमारा परमेश्वर एक विश्वस्त My परमेश्वर है. God is a transforming God. परमेश्वर मुझे रूपांतर करता हो परमेश्वर He है. can transform my life. मेरा जिंदगी को रूपांतर कर सकता है. He can build my life. हालेलुया. मेरा जिंदगी को बदल सकता है. എന്റെ ജീവിതത്തിന്റെ സ്ഥിതിഗതികളെ മാറ്റി എഴുതുന്ന मेरा ദൈവമത്രേ. अवस्थाओं को बदल देता हो परमेश्वर. എന്റെ ജീവിതത്തിന്റെ ചരിത്രം എഴുതുന്ന എന്റെ ഒരു ദൈവമുണ്ട്. मेरा चरित्र को बदलता हो परमेश्वर. എന്റെ വിശ്വാസത്തെ മാനിക്കുന്ന ഒരു ദൈവം मेरा എനിക്കുണ്ട്. विश्वास को सम्मान करता हो परमेश्वर. എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. मेरे इच्छाओं को पूरा करने वाला परमेश्वर. എന്റെ ഹൃദയത്തിൻ്റെതായിട്ടുള്ള നിലവുകളെ കാണുന്ന ഒരു ദൈവമുണ്ട്. जिंदगी के सारे सोचों को देखता हुआ परमेश्वर. സങ്കീർത്തനങ്ങൾ 34:18 ഇപ്രകാരം പറയുന്നു: वचन संहिता 34 का 18 में ऐसा बोलते हैं, The Lord is closer to the broken hearted. जो टूटे हुए दिल के नजदीक परमेश्वर है. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. प्रभु जो बच्चों अपने दिल टूटे हुए दिल के नजदीक परमेश्वर रहता है. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. और वो मनुष्य तकरनवरे. आत्मा में जो टूटा हुआ है उनको प्रभु बचाता है. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കാമോ? आज रात को विश्वास करेंगे. സമ്പൂർണ്ണമായി ഇത് സമർപ്പിച്ചു കൊടുത്തുകൊണ്ടെന്ന് പ്രാർത്ഥിച്ചാൽ, संपूर्ण तरीके से समर्पण करके प्रार्थना करेंगे. Lord, I believe in you. प्रभु आपके साथ में मैं रहूंगा. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. मैं विश्वास करता हूँ. ഞാൻ വിശ്വസിക്കുന്നു मैं കർത്താവേ. विश्वास करता हूँ. ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് प्रभु സമർപ്പിക്കുന്നു. आपके हाथों में समर्पण करता हूँ. എന്റെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് मेरी സമർപ്പിക്കുന്നു. जिंदगी को आपके हाथों में समर्पण करता हूँ. വെറുതെ ഒരു പാരമ്പര്യമായി ചിലത് അവനൊരു കർമ്മം ചെയ്ത് പോകുന്നതല്ല എന്റെ ആത്മീക ജീവിതം. परंपरा के हिसाब से जाने के लिए नहीं है. എന്റെ ജീവിതം ജീവനുള്ള ഒരു ദൈവമായുള്ള ബന്ധമായി തീരട്ടെ. प्रभु मेरी जिंदगी जीवंत परमेश्वर का एक प्रूफ हो जाने दो. എന്റെ ആത്മീക ജീവിതം ദൈവവുമായുള്ള അവനൊരു ജീവിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയി തീരട്ടെ. परमेश्वर जीवित परमेश्वर के साथ में मेरी जिंदगी का संबंध होने दो. വെറുതെ പ്രാർത്ഥിച്ചും വെറുതെ ഒരു പ്രത്യാശയുടെ മുന്നേറുന്ന ഒന്നല്ല. अरे ऐसे ही प्रार्थना करके छोड़ने के लिए नहीं है. ദൈവത്തിന്റെ വിശ്വസ്തതയെ അനുഭവിക്കുന്ന ഒരു ജയ ജീവിതത്തിന് ഉടമസ്ഥനാക്കണമപ്പാ. परमेश्वर का विश्वस्तता को अनुभव करने वाले लोग बनेंगे. ഞങ്ങളുടെ കുടുംബത്തിന്മേൽ ദൈവത്തിന്റെ വിശ്വസ്തത കടന്നു വരട്ടെ. प्रभु का विश्वस्तता आपकी जिंदगी में आने दो. എന്റെ ജീവിതത്തിൽ കടന്നു വരട്ടെ. मेरी जिंदगी में आने दो. എന്റെ തലമുറകളുടെ മേൽ കടന്നു വരട്ടെ. मेरे पीढ़ी में आने दो. എന്റെ പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ ദൈവിക മറുപടി കടന്നു വരട്ടെ. प्रार्थना के विषयों में आने दो प्रभु. രക്തസ്രാവം ബാധിച്ച സ്ത്രീ പറഞ്ഞതുപോലെ जैसा वो स्त्री ने बोली है, ഇന്ന് രാത്രിയിൽ ഒന്ന് ഏറ്റു പറയാൻ കഴിയുമോ? आज बोल सकती है क्या? ഞാൻ ഏറ്റെടുക്കുന്നു അപ്പാ. मैं ले लेता हूँ प्रभु. അങ്ങയുടെ വാഗ്ദത്തങ്ങൾ എന്റെ മേൽ കടന്നു വരട്ടെ. ये आपका वायदा मेरे ऊपर आने दो. അങ്ങയുടെ വചനം എന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകട്ടെ. आपका वायदा मेरी जिंदगी में पूरा होने दो. അങ്ങ് എനിക്കായി അയക്കുന്ന ദൈവിക ശബ്ദങ്ങൾ എന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകട്ടെ. आपका वचन प्रभु जी मेरी जिंदगी में पूरा होने दो. എന്റെ വിശ്വാസത്തിന് മറുപടി ഉണ്ടാകട്ടെ. प्रभु जी मेरा विश्वास का पूरा समर्पण होने दो प्रभु. എന്റെ
ഉപജീവന മേഖലകളുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ മറുപടി കടന്നു വരട്ടെ. प्रभु जी मेरे जिंदगी के सारी अवस्थाओं में बदलाव आने दो. എന്റെ കുടുംബത്തിനകത്ത് ദൈവ പ്രവൃത്തി കടന്നു വരട്ടെ. प्रभु जी मेरा परिवार की जिंदगी में प्रभु जी बदलाव आने दो. എന്റെ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ മഹിമ വെളിപ്പെടട്ടെ. प्रभु जी मेरे पीढ़ी के ऊपर परमेश्वर आपका महिमा प्रकट होने दो. ഞാൻ മാത്രം അറിയുന്ന എന്റെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങളെ കാണുന്ന ദൈവമേ, എന്റെ ആ വിഷയങ്ങളുടെ മേൽ ദൈവമേ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. प्रभु जी मेरे जिंदगी में प्रभु जी आप काम करता हुआ अद्भुत काम देखने दो प्रभु. പ്രാർത്ഥിക്കാമോ? प्रार्थना कर देंगे. ദൈവത്തോട് ചോദിക്കാം, परमेश्वर से पूछो, ദൈവത്തോട് അപേക്ഷിക്കാം, परमेश्वर से मांगो, ദൈവത്തോട് അപേക്ഷിക്കാം. परमेश्वर से मांगो. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ട്. परमेश्वर की उपस्थिति हमारे बीच में है. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. परमेश्वर की उपस्थिति इधर है. ഉത്തരം അരുളുന്ന ദൈവം ഇവിടെ ഉണ്ട്. उत्तर देने वाला परमेश्वर इधर है. യേശു നിന്റെ പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ വിടുതൽ അയക്കുന്നവനോട് വന്നിട്ടുണ്ട്. आपका उत्तर देने वाला परमेश्वर है. വഴി തുറക്കുന്ന ദൈവം വന്നിട്ടുണ്ട്. एक रास्ता खोलने वाला परमेश्वर है. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ വന്നിട്ടുണ്ട്. असंभव को संभव बनने वाला परमेश्वर है. വിശ്വസിക്കാമോ? आप लोग विश्वास कर सकते हैं. വിശ്വസിക്കാമോ? आप विश्वास कर सकते हैं. റിബലബലല ശേരര റിബലബ ശംബൽ കവടെ. We love you, Jesus. We praise you, God. We honor your mighty presence, Jesus. Thank you, Jesus. We thank you, 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 we thank you. Ribalabalala sherara rabalabalala sherara ribalaba shekare. Oh ribalabalala sherara ribalaba shambal kavde. Asrara balabalabalala sherara ribalaba shekare. ഞാൻ ആന്ധ്രാപ്രദേശിൽ ഇതുപോലെ ഒരു മീറ്റിംഗില്, आंध्रा में ऐसा एक मीटिंग में അതൊരു ഓപ്പൺ ഗ്രൗണ്ടിലായിരുന്നു. एक ओपन ग्राउंड में था. ഒരു ഗ്രാമപ്രദേശമായിരുന്നു. അതൊരു വയലായിരുന്നു. एक गांव में एक खेती में था. ഞാൻ അവിടെ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ, परमेश्वर का वचन बोलते समय पर വചനം പ്രസംഗിച്ച് കഴിഞ്ഞതിന് ശേഷം भाषण देने के बाद ഒത്തിരി പേര് മുന്നിലേക്ക് കടന്നു വന്നിട്ട് बहुत सारे लोग सामने आए. അവർ ഇങ്ങനെ അനുഭവം ഷെയർ ചെയ്തത് പറയുന്നത് ഞാൻ ഓർക്കുന്നു. ऐसा अनुभव बोले, വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ वचन सुनते समय पर കാലങ്ങളായി അവരെ ഭരിച്ചുകൊണ്ടിരുന്ന बहुत समय से उनकी जिंदगी में तकलीफ दिया हुआ പല രോഗങ്ങളും बहुत सारे रोग ഞാൻ ഇപ്പോഴും വ്യക്തമായി ഓർക്കുന്നു. मुझे याद है. ആ ദേശത്തിലെ വ്യക്തികളെ പിശാച് ഭരിച്ചുകൊണ്ടിരുന്നത് നട്ടലിനും മുട്ടിനും ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, ഈ 3 വിഷയങ്ങളായിരുന്നു പലരുടെ മേലും കൊണ്ടിട്ടിരുന്നത്. बहुत सारे लोगों की जिंदगी में उनके बैकबोन और മുട്ടിനും പിന്നെ ഗ്യാസ്ട്രിക് और उनके पेट में और उनके घुटने में उनको तकलीफ होता था. അവിടെ കടന്നു വന്ന ഏകദേശം 90% ആൾക്കാർക്കും ഈ 3 രോഗാവസ്ഥ और ഉണ്ടായിരുന്നു. उधर आया हुआ करीबन 90% लोगों को ये तकलीफ था. ഈ രോഗം ഉണ്ടായിരുന്നതിന്റെ 90% ആൾക്കാരും ഈ യോഗം കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ വന്ന് സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. और उन लोगों ने सामने आकर ऐसा गवाही दिया. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ वचन सुनते समय पर അവരുടെ രോഗം അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് പെയിൻ ഉണ്ട്, പക്ഷെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ പെയിൻ എല്ലാം വിട്ടുപോയെന്ന്. और वचन सुनते समय पर उनका जिंदगी में सारा पेन हट गया. അവരുടെ രോഗം ദൈവം സൗഖ്യമാക്കിയെന്ന്. रोग सब चंगे हो गए. പാഴും ശൂന്യമായി കടന്ന അവൻ ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിന്റെ വചനം ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. वेड़ाल और सुनसान पड़ा हुआ पृथ्वी को परमेश्वर ने इतना मनोहर बनाया, वो परमेश्वर आज भी जिंदा है. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. अरे प्रार्थना करो. യേശുവിന്റെ വിഷയങ്ങളുടെ മേൽ ദൈവ പ്രവൃത്തി സംഭവിക്കുകയാ. आपके जिंदगी में परमेश्वर काम कर रहा है. അഭിഷേകത്തിന്റെ ശക്തിയാൽ നുകങ്ങൾ തകരുകയാ. अभिषेक का शक्ति आपके ऊपर आएंगे. ഓ ചില ഫെലിസ്തീയ കെട്ടുകൾ എരിയുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. फिलिस्ती का शक्ति आपकी जिंदगी से हट जाएंगे. എത്ര ശ്രമിച്ചിട്ട് മുന്നേറാൻ കഴിയാതെ വണ്ണം, ഒരു ലിമിറ്റിനപ്പുറം കടക്കാൻ കഴിയാതെ വണ്ണം ലിമിറ്റിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ ലിമിറ്റിനെ ദൈവം തകർത്ത് പുറത്തു കൊണ്ടുവരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. सीमाओं को पार करके एक सीमा के बाहर नहीं जा सकता. इस अवस्था में प्रभु कुछ लोगों को बाहर तोड़ के बाहर निकल रहा है. കാരാഗ്രഹത്തിൽ പൗലോസിനെയും ശീലാസിനെയും കയ്യേയും കാലിനെയും ചങ്ങലകളെ ബന്ധിച്ചിട്ട് അവരുടെ ജീവിതത്തെ ഒതുക്കി കളയാമെന്ന് പിശാച് ശ്രമിച്ചു. പക്ഷെ മനസ്സിലാക്കിക്കോണം, അവർ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആ കാരാഗ്രഹത്തിനകത്തിരുന്ന് ആരാധിച്ചപ്പോ ചങ്ങലകൾ പൊട്ടിയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്ക്, നിന്റെ ലിമിറ്റ്സിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷേകത്താൽ ഇന്ന് രാത്രി തകർക്കുകയാ. पौलुस और सीला जैसा हालेलुया बंदी गृह में बैठकर परमेश्वर को स्तुति आराधना किया, उधर उनके सारे सीमाओं को परमेश्वर ने तोड़कर उनको बाहर निकाला. वैसा ही Yes, God is going to break your limitations tonight. परमेश्वर आपकी सीमाओं को तोड़ने वाला है. The powerful anointing of God is going to break every bondages tonight. परमेश्वर सारे बंधनों को परमेश्वर तोड़ने Can वाला you है. give praise and receive the blessings of God? परमेश्वर को स्तुति करके प्रभु का आशीषों को आप स्वीकार कर सकते हैं. Can you put your hands together and praise Jesus and receive the power of God? ताली बजाकर परमेश्वर का शक्ति को आप When the स्वीकार power कीजिए. of God came upon Simon,
हालेलुया शिमोन के ऊपर परमेश्वर का शक्ति आया था Oh, his life was transformed. उसका जिंदगी पर परिवर्तन हो गया When the power of God came to Gideon, और गिदियोन के ऊपर परमेश्वर का शक्ति आया था he became a powerful, mighty warrior. और बहुत बड़ा एक शक्ति उनके जिंदगी में आ गया When the powerful anointing of God came to Shimshon, शिमशोन के ऊपर परमेश्वर का शक्ति आते समय पर the Philistia കയറുകളെല്ലാം എരിഞ്ഞു. अरे फिलिस्ती के लोग सब खत्म हो गया Yes, ഇന്ന് രാത്രിയിൽ അഭിഷേകത്തിന്റെ ശക്തി ചിലതിനെ എരിക്കുകയാ. अरे कुछ लोगों की जिंदगी में पवित्र आत्मा का Yes, ചില शक्ति ചങ്ങലകൾ പൊട്ടി മാറുകയാ. कुछ बंधन टूट रहा है ചില ബന്ധനങ്ങൾ തകരുകയാ. कुछ बंधन हट रहा ചില है പിശാച് എഴുതി പിടിപ്പിച്ചിരിക്കുന്ന തലവിധികൾ മാറുകയാ. शैतान ने लेख लिखा वो सारी बातें हट रहा है ലിമിറ്റ്സ് മാറുകയാ. आपका सीमाएं बाहर है ലിമിറ്റ്സ് മാറുകയാ. सीमाएं बाहर कर रहा है സിറ്റുവേഷൻ മാറുകയാ. आपका अवस्थाएं बदल रहा है ആത്മാവിൽ കാണാൻ കഴിയുന്നവർ കണ്ടോ? आत्मा में देख सकते हो Yes, लोग देखो ആത്മാവിൽ പ്രാപിക്കാൻ കഴിയുന്നവർ പ്രാപിച്ചോ? आत्मा में प्राप्त कर सकते हो प्राप्त കരമടിച്ച് कीजिए। പ്രാപിച്ചെടുക്ക. परमेश्वर को हालेलुया കരമടിച്ച് പ്രാപിച്ചെടുക്ക. ताली बजाकर परमेश्वर से प्राप्त कीजिए കരമടിച്ച് പ്രാപിച്ചെടുക്ക. परमेश्वर को ताली बजाकर परमेश्वर से प्राप्त कीजिए How big of your problem is, give that kind of big praises to Jesus. हालेलुया परमेश्वर को स्तुति आराधना प्रभु दे दीजिए If your problem is big, give God a big praise. और आपका प्रॉब्लम बड़ा है तो परमेश्वर को और स्तुति कर दीजिए If your necessities are very big, yes, thirst more, thirst more, thirst more. हालेलुया जब आपका जरूरतें ज्यादा है परमेश्वर के ऊपर ज्यादा भरोसा रखिए അന്യ ഭാഷ ലഭിച്ചവർ അന്യ ഭാഷയിൽ ചില अन्य भाषा നിമിഷങ്ങൾ के लोग हैं उन लोग अन्य भाषा യേശു ദൈവത്തിന്റെ സാന്നിധ്യം നിറയുകയാ. परमेश्वर को उपस्थिति से भर रहा है അഭിഷേകം പ്രവർത്തിച്ചു തുടങ്ങി. अभिषेक काम करने के लिए शुरू അഭിഷേകം പ്രവർത്തിച്ചു തുടങ്ങി. अभिषेक काम करने के लिए शुरू किया ചിലർ അത് ശരീരത്തിൽ അനുഭവിക്കാൻ തുടങ്ങുകയാ. हालेलुया परमेश्वर आपकी जिंदगी में काम ചിലർ അത് करने वाला ആത്മാവിൽ അനുഭവിക്കാൻ തുടങ്ങുകയാ. है हालेलुया आपकी जिंदगी में प्रभु काम करने वाला है നിങ്ങളുടെ ശരീരത്തിന്മേൽ അനുഭവിക്കാൻ തുടങ്ങുന്നു. आपके शरीर में प्रभु महसूस करने वाला Yes, है some of you are going to experience the power of God right now. Manifest, manifest, manifest. Manifest your power, Holy Spirit. Manifest your powerful anointing upon this crowd, Lord. 120 പേർ കൂടിയിരുന്ന മാളിക മുറിക്കകത്ത് ഇറങ്ങിയ ദൈവത്തിന്റെ സാന്നിധ്യം. 120 പേർ കൂടിയിരുന്ന മാളിക മുറിക്കകത്ത് ഇറങ്ങിയ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയില് ഈ upper roomനകത്ത് ഇറങ്ങുകയാ. When 120 people gathered in an upper room, the power of God manifested inside and big miracles came upon to reality. The same experience is gonna unleash right now in the name of Jesus. Right now in the name of Jesus. प्रभु की सामर्थ, प्रभु की सामर्थ, प्रभु की सामर्थ. हालेलुया Yahweh Rapha Elohim Shaddai Adonai വെളിപ്പെടുന്നോരേ വെളിപ്പെടുന്നോരേ ആരാധനയിൽ വെളിപ്പെടും എനിക്കായി പ്രാർത്ഥനയിൽ വെളിപ്പെടും എനിക്കായി തേജസ്സായി വെളിപ്പെടും എനിക്കായി യാവേ ആരാധനയിൽ വെളിപ്പെടും എനിക്കായി പ്രാർത്ഥനയിൽ വെളിപ്പെടും എനിക്കായി തേജസ്സായി വെളിപ്പെടും യാവേ യാവേ താൻ വെളിപ്പെടുമേ ഈരേ താൻ വെളിപ്പെടുമേ റാഫ താൻ വെളിപ്പെടുമേ താൻ വെളിപ്പെടുമേ യാവേ he will manifest ഈരേ he will manifest Rapha he will manifest Yahweh Rapha
The presence of God is transforming right now. The powerful presence of God is manifesting transformation upon your life right now. Receive it in the name of Jesus. Oh, Yeshua, Yeshua. Oh, Ribanabashe. Oh, Rabanabashe, Ribanabashe. Yeshua. കാന്തരേ സ്നേഹ സ്വരൂപരേ ആരാധന ആരാധന എൻ പ്രിയ കാന്തരേ സ്നേഹ സ്വരൂപരേ ആരാധന ആരാധന യേശു പരിശുദ്ധ കർത്താവേ, നല്ല ദൈവമേ, ഈ നല്ല സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുക. We thank you for your mighty presence manifesting in this auditorium. We thank you for sending your mighty, powerful word of God. We thank you for your faithfulness. We thank you for your mercies and your grace, God. I completely surrender each and every one of your children upon your hands, Lord. Let your mighty hands uphold your children. Lead them, guide them, bless them in the mighty name of Jesus. I bless your children in the mighty name of Jesus. All glory, honor, and power belongs to you. In Jesus' name we pray. Amen. 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 सब लोग ताली